ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്നത് നമ്മളെയൊക്കെ മെന്ററും മോട്ടിവേറ്ററും ട്രെയിനറുമായ രമേശൻ സാറാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ ഒരു സൂം കൈകാര്യം ചെയ്യാൻ ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ശോഭ. അപ്പൊ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്, രണ്ടാമത്തെ ആഴ്ചയാണ് നമ്മൾ ഈ ലെക്ചർ സീരീസിലേക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് സീരീസ്, നോട്ട് ലെക്ചർ സീരീസ്, ട്രെയിനിങ് സീരീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിന്ന് ചിലപ്പോൾ പുതിയ ആൾക്കാരുണ്ടാവും, അവർക്ക് ഇതെന്താണെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു 1-2 മിനിറ്റ് സംസാരിക്കാം. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ശനിയാഴ്ചയും ഈ പ്രോഗ്രാം ഉണ്ട്. കൃത്യം 8 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മണിക്കൂർ നേരത്തെ നമ്മൾ കുറച്ച് സക്സസിനെ കുറിച്ചും ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറിച്ചൊക്കെ സംസാരിക്കണം. ഇതെന്റെ ഒരു എക്സ്പീരിയൻസ് തുടങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഡോക്ടർ സുമേഷ്, ഞാൻ ഒരു ഹെൽത്ത് പ്രസന്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഞങ്ങള് ഒരു പേഷ്യന്റിനെ കാണാൻ വേണ്ടി, അദ്ദേഹത്തിന് ഒരു പേഷ്യന്റിനെ കാണാൻ വേണ്ടി, അത് പയ്യന്നൂരായതുകൊണ്ട് ഞാനും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് സംസാരിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം ഗൾഫിലൊക്കെ ഒരുപാട് വർഷങ്ങളുണ്ടായി. അദ്ദേഹത്തെ ആരോ വളരെ ഭീകരമായൊക്കെ ചീറ്റ് ചെയ്തു, ബന്ധുക്കളൊക്കെ എന്നാ തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ അയാൾ ആകെ അസുഖമൊക്കെ വന്ന് വളരെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് കുഴപ്പമില്ലാണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ്, അദ്ദേഹം പറഞ്ഞു ഒന്ന് വൈഫോട് സംസാരിക്കണം, അവര് ആകെ നിരാശയാണ്. ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി അതൊരു നോർമൽ പ്രോസസ് ആണ്. ഒരാളുടെ ഉപദേശിച്ചിട്ടൊന്നും ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഫീലിംഗ് ആണ്. കാരണം ഒരുപാട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുകയും പിന്നീട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. ഞാൻ ഇത് പറയാൻ കാരണം, ഈ ആർക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാം എന്നുള്ളതാണ്. ആദ്യമേ പറയേണ്ടത് ഇതൊരു ബിസിനസ് പ്രോഗ്രാം അല്ല, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ്. ആക്ച്വലി ഇത് ചെയ്യാൻ കാരണം, എൻ്റെ ഡയറക്റ്റ് വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കുള്ള മോർണിംഗ് സെഷൻ 5:30 ഒരു സെഷൻ ഉണ്ട്. അതിലെല്ലാവർക്കും ഒന്നും അഡ്മിഷൻ ഇല്ല. 10-78 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ഒരു 10-30 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് പലരും എന്നോട് ചോദിച്ചത്, ഇത് എല്ലാവർക്കും അറിയണം, പബ്ലിക്കിനെ കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളൊരു സാറ്റർഡേ പ്രോഗ്രാമായിട്ട് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ ശനിയാഴ്ചയും ഇതേ സെയിം ലിങ്കിൽ നിങ്ങൾക്ക് 8 മണിക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, അതായത് ജീവിതത്തിലൊക്കെ ആകെ നിരാശയൊക്കെ വന്ന് എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ഇവിടെ ജീവിതം അവസാനിപ്പിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഘട്ടത്തിലേക്ക് ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതേപോലെ എല്ലാ പ്രേക്ഷകരും മിക്കവാറും ഇങ്ങനെ കടന്നൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാം, അതിനൊരു വഴിയുണ്ടോ? നമ്മൾ ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി പൂജ ചെയ്യും, അമ്പലങ്ങൾ, മേ ബി പള്ളിയിൽ പോയി പൂജ, പിന്നെ കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ചെയ്തവർക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. പലർക്കും റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നല്ല. പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ന്യൂറോ സയൻസ് ആണെന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാറുള്ളത്. അതിൻ്റെ വിവിധ തരത്തിലുള്ള ഗവേഷണങ്ങളും റിസർച്ചുകളും ചില പുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടും അല്ലാത്ത അനുഭവങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഈ വെബിനാർ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ, അങ്ങനെ കടന്നു പോയവർ പലരും പിൽക്കാലത്ത് വൻ വിജയമായിട്ടുണ്ടുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, അന്ന് ഇങ്ങനെ ഞാനൊരു ഘട്ടം കടന്നു പോയിട്ടില്ലേ. ഈ അടുത്ത കാലത്ത് MA യൂസഫലിയുടെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, മരുഭൂമിയിലൊക്കെ അദ്ദേഹത്തിന് AC പോയിട്ട് ഫാനില്ലാതെ ചില സ്ഥലങ്ങളിലൊക്കെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ വിജയം നേടിയ ചില ആൾക്കാരെ എനിക്ക് അതിൽ നേരിട്ട് പരിചയമുള്ള, വിജയം എന്ന് പറഞ്ഞാൽ പണം മാത്രമായിട്ട് നിങ്ങൾ ദയവേത് കാണരുതെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇന്ന് ജീവിതത്തിൽ മറ്റു പല മേഖലകളൊന്നും സക്സസ് ആയ ആൾക്കാരുടെ ചിലരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥ കടന്നു പോയി. അപ്പൊ ഇതിന്റെ അർത്ഥം, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത്തരം അവസ്ഥ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്രൈറ്റർ ടൈം ഉണ്ടാവും എന്നല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് 100 കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളെ അധികരിച്ചും പഠിച്ചും അനുഭവങ്ങൾ പറയുന്ന ആയിരക്കണക്കിന് മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ലോകം. അതിൽ ചിലർ ലോക പ്രശസ്തരായിരിക്കും, ചിലവര് നാട്ടിലൊക്കെ അറിയുന്ന ആളായിരിക്കും. ഇനി ഇതൊന്നും അറിയാതെ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് വിജയിച്ച്
വളരെ വലിയ ഉയർന്ന നിലയിലെത്തിയ ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരു ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാത്തത്? അപ്പോഴാണ് മനസ്സിലാവുന്നത്, പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ അവരത് കോച്ച് ചെയ്യാൻ ഒരാൾ വേണം. അതാണ് അവരെ നമ്മൾ സ്വാഭാവികമായിട്ട് മെന്റർ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായും ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരാളെന്നല്ല ഒരു മെന്റർ, പക്ഷെ പെർസെപ്ഷൻ മാറ്റിയിട്ട് പ്രതിസന്ധികളെ കാണുക എന്ന് പറയുന്ന ഒരു പ്രായോഗിക തലത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ് മെന്റർ എന്ന് പറയുന്നത്. അതിന്റെ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് മെന്ററിങ് ആൻഡ് കൗൺസിലിംഗ് ഒക്കെ ഡിപ്ലോമ എടുക്കാൻ പറ്റും. അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരാളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് യു ആർ സക്സസ്. അപ്പോഴുണ്ടാകുന്ന രണ്ടാമത്തെ ചോദ്യം, ഒരാൾ ഒരു പരാജിതനാണ് എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് അയാൾക്കൊരു ചിത്രം ഉണ്ടാവും. അയാൾ വിജയിച്ച ചിത്രത്തിലേക്ക് അയാൾ എത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഞാൻ നിങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് വളരെ വ്യക്തിപരമാണ്. ഈ ക്ലാസ് വളരെ വ്യക്തിപരമാണ്. ഇപ്പൊ നിങ്ങൾ യാത്രയിൽ ഉണ്ടാവും, കുറെ ആൾക്കാർ വീട്ടിലിരിക്കുന്നുണ്ടാവും. ഇത് ഓരോരുത്തരോടാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം. ഇത് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഓരോരുത്തരിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു സൗകര്യം, ഞാൻ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ നേരിട്ട് കാണാവും. അതൊക്കെ ഓരോ ആഴ്ചയിലും ഞാൻ വരുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കാണാൻ വരാം. ചിലപ്പോൾ നേരിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിലോ ടെലിഫോണിലോ ഒക്കെ ബന്ധപ്പെട്ട്. നമ്മളൊരു ഉദ്ദേശിക്കുന്നത് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. എന്തുകൊണ്ട് ഇത് എത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്നു വെച്ചാല്, ഈ അടുത്ത കാലത്ത് ഒരു 3-4 വർഷമായിട്ട് ഞാൻ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ മനസ്സിലായത്, ഇനി പഠിക്കാൻ ചെയ്യിച്ചത് അതിന് വിദ്യാഭ്യാസം വേണ്ട, സമ്പത്ത് ആവശ്യമില്ല. നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഇന്നത്തെ എന്റെ പോയിന്റ് ഇതാണ്. സെൽഫ് ഇമേജ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. നമുക്കുണ്ടാവുന്ന നമ്മുടെ ചിത്രമാണ് നമ്മൾ മാറ്റുന്നത്. അതായത് ഒരാളുടെ ഒരു ഒരു വ്യക്തി രമേശൻ എന്ന് തന്നെ എടുക്കാം. ഞാനൊരു സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂലോ ഒരു സാമ്പത്തികമായോ അല്ലെങ്കിൽ എങ്ങനെയാവട്ടെ, മേ ബി ഒരു ഡൗണിൽ നിന്നുകൊണ്ട് ഇരിക്കുന്ന ഒരാളെ നമുക്ക് ഈ പറയുന്ന കൃത്യമായ പ്രോസസ്സിലൂടെ, അണ്ടർലൈൻ, കൃത്യമായ പ്രോസസ്സിലൂടെ കടത്തിപ്പോയി ഞാൻ അയാളെ വിജയിപ്പിക്കാൻ പറ്റും. അവിടെ ജാതിയില്ല, മതവുമില്ല, പ്രായമില്ല. അതാണ് എന്റെ ആദ്യത്തെ വിശ്വസിക്കേണ്ട കാര്യം. റോൺജൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. അദ്ദേഹം എക്സ്റേ എന്നൊരു കോൺസെപ്റ്റ്, അത് എന്തെങ്കിലും ഇങ്ങനെ റേസ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പഠനം നോക്കാൻ വേണ്ടി അയാള് പല എക്യുപ്മെന്റ്സും റെഡിയാക്കി നോക്കി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിവസം അടുത്ത് ഈ ഒരു ഫിലിം ഉണ്ടാക്കിയാണ്, ഒരു എക്സ്റേ ഫിലിം എന്ന് പിന്നീട് അറിയപ്പെട്ടു. ആ ഫിലിം ഉണ്ടാക്കുകയും അത് ഒരു ടേബിളിൽ വെക്കുകയും ചെയ്ത് അവിടെ എന്തോ ഒരു സാധനം വെച്ചു. വളരെ നിരാശനായിട്ടാണ് അദ്ദേഹം, എന്റെ പരീക്ഷണമൊന്നും വിജയിക്കുന്നില്ലല്ലോ. കുറെ വർഷങ്ങളായിരുന്നു അയാള് റിസർച്ചിലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നലുണ്ടാവുന്നത്, ഞാൻ ആ ഫിലിം നോക്കാം. അപ്പൊ അതിൽ ചില റേസ് കണ്ടു, ചില മാർക്ക് കണ്ടപ്പോൾ അതിന് അടുത്ത സ്റ്റെപ്പ് ലഭിക്കും. അങ്ങനെയാണ് അദ്ദേഹം റോൺജൻ എക്സ്റേ എന്നൊരു സാധനം കണ്ടുപിടിച്ചത്. ഒരു കാന്ത ചുരുളുകളിലേക്ക് ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഇത് അനങ്ങുന്നില്ല, മീറ്റർ അനങ്ങുന്നില്ല. ദേഷ്യം അതിനാണ് ഫാരഡെ അതെടുത്ത് വലിച്ചെറിയുക. ആ വലിച്ചപ്പോൾ അത് അറിയാം. അപ്പൊ അത് നിരാശനാവാറ്റൊന്നുമില്ല. അങ്ങനെ അയാൾ വലിച്ചിട്ടില്ലെങ്കിൽ ആ കണ്ടുപിടുത്തുണ്ടാവും. അതാണ് നമ്മുടെ ജീവിതത്തിൽ പറയുന്നൊരു വാക്ക് അൺസർട്ടനിറ്റി എന്നാണ്. ശരിക്കാണ്, അൺസർട്ടനിറ്റി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പണ്ടൊരു പ്രോഗ്രാം ഞാൻ അൺലോക്കിംഗ് യുവർ അൺസർട്ടനിറ്റീസ്. നിങ്ങളുടെ അൺസർട്ടനിറ്റിയെ പോലും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അന്ന് ഇത്രയും ന്യൂറോ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സമയത്ത് ഒരു ഇന്റർനാഷണൽ ട്രെയിനറുടെ ക്ലാസ്സിൽ 10-25 വർഷമായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയൊരു വിവരമാണ്. അപ്പൊ ഈ ഒരു വെബിനാർ സീരീസിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള, നോട്ട് തിയറിറ്റിക്കൽ, തിയറി മാത്രം പറഞ്ഞു പോകുന്നില്ല.
ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമുക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റും. അല്ലാത്തവരാരും ഇത് കേൾക്കാൻ വന്നിട്ടില്ല. അപ്പൊ അതിന് പറ്റുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നമ്മൾ ഉണ്ടാക്കിയ ചിത്രമാണ് നമ്മൾ. അതിന് ഇംഗ്ലീഷുകാരൻ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞു. നമ്മളുടെ ആത്മസ്വരൂപം എന്ന് പറയാം വേണമെങ്കിൽ മലയാളി വെച്ചിട്ട്. അത് ഞാനാണെന്ന് വിശ്വസിച്ചു. അതാണ് എന്റെ മിസ്റ്റേക്ക്. രമേശന് ഇതേ പറ്റൂ എന്ന് ആരോ പറഞ്ഞു. രമേശൻ അത് കേട്ട് വിശ്വസിച്ചു. അതാണ് രമേശൻ ഉണ്ടാക്കിയ സെൽഫ് ഇമേജ്. ഒരിക്കൽ രമേശൻ മനസ്സിലാക്കുന്നു, ഞാൻ ഈ സെൽഫ് ഇമേജ് ഉണ്ടാക്കിയ സാധനമൊന്നും അല്ല, എനിക്ക് വേറെ കുറെ കഴിവുണ്ട്, ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നു. മറ്റൊരു രമേശനായി, അയാളെ സെൽഫ് ഇമേജ് മാറി. ദാറ്റ്സ് ഇറ്റ്. ആ മാറിയ സെൽഫ് ഇമേജ് ആണ് അയാളെ വ്യത്യസ്തനാക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സെൽഫ് ഇമേജിൽ നിന്ന് നമ്മളിലൊരു പുതിയതായി സൃഷ്ടിക്കപ്പെടേണ്ട സെൽഫ് ഇമേജിലേക്കുള്ള ഒരു പകർന്നാട്ടമാണ് യഥാർത്ഥത്തിൽ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. അവിടെ അങ്ങനത്തെ വാക്കുകൾ, പകർന്നാട്ടം. കഴിഞ്ഞ ഒരു 4-5 മാസമായി തോന്നുന്നു, 5 മാസത്തിൽ മേലെ ഉണ്ടോ, ഞാൻ വേറെ ഒരു വിഷയവും ചിന്തിക്കാറില്ല. ഒരു വിഷയം ഇത്തരത്തിലുള്ള എങ്ങനെയാണ് ചേഞ്ച് മാനേജ്മെന്റ്, എങ്ങനെയാണ് ന്യൂറോൺസ് മാറുന്നത്, എങ്ങനെയാണ് ഒരാളെ മാറ്റം ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുകയും അത് മാത്രം പ്രഭാഷണങ്ങൾ നടത്തുകയും ലൈവ് ക്ലാസ്സുകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, എന്റെ 6 മാസത്തിന് മുമ്പ് അതിന് കുറെ മുമ്പേയുള്ള എന്റെ ജീവിതവും ഞാനൊന്ന് താരതമ്യപ്പെടുത്തിയപ്പോൾ എന്റെ ജീവിതം വളരെ മാറി. കാരണം പൂർണ്ണമായി എന്റെ സയൻസ് കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഒരു വീട്ടമ്മ എന്നെ കാണാൻ വന്നു. അവര് വേദിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരവരുടെ ഒരു കാര്യം സംസാരിക്കാൻ ഉളിക്കലിൽ വെച്ച് എന്നെ കണ്ടതാണ്. ഞാൻ ഉളിക്കലിൽ നിന്ന് ഞാനും ഡോക്ടർ സുമേഷ് ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു. അതായത് ആ അമ്മ, വീട്ടമ്മ, ഒരു ഹൗസ് വൈഫ്, അവരുടെ ഹസ്ബൻഡ് ഒക്കെ അവരുണ്ട്, ചില ഡിസ്പാരൻസീസ് ഒക്കെ ഉണ്ടാവും. അതൊന്നല്ല വിഷയം. അവർക്ക് തീരെ സന്തോഷം ലഭിക്കുന്നില്ല. ഞാൻ ഒരു 10 മിനിറ്റ് അവരോട് സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിക്ചർ ഒന്ന് മാറ്റും. അവർ ഈ പ്രോഗ്രാമിലൊന്നും വരുന്നവരാണെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. പിക്ചർ മാറ്റാൻ പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ എന്നോട് ചോദിച്ചു, എന്താണ് ഞാൻ എന്റെ പിക്ചർ മാറ്റുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നതായിട്ടൊന്ന് കണ്ടുപോട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് സക്സസ് എന്ന് ചിന്തിക്കും. സ്വാഭാവികമായിട്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞ് എന്നെ ഫോൺ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അവരെ വീട്ടിലുണ്ട്. ഞാൻ അധ്യാപകൻ എന്ന നിലയിൽ ഒട്ടനവധി എക്സ്പീരിയൻസസ് ഉണ്ട്. അത് വളരെ ക്രൂരന്മാരായ ക്രിമിനൽസിനെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കുണ്ടായ മാറ്റം, വിദ്യാർത്ഥികളുണ്ടായ മാറ്റം, എന്റെ പേഴ്സണൽ മെന്ററിംഗിൽ വന്ന ശേഷം ഉണ്ടായ മാറ്റം, ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഒരേ സയൻസാണ്. യു ക്യാൻ ചേഞ്ച്. ഇപ്പൊ പുതിയൊരു ഡെവലപ്മെന്റ് സയൻസ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് കോൾഡ് ദ ചേഞ്ച് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ചേഞ്ച് മാനേജ്മെന്റ്, നമ്മളെ എങ്ങനെ ചേഞ്ച് ആകാം എന്ന് പഠിപ്പിക്കുന്ന മാനേജ്മെന്റ് ആണ് ചേഞ്ച് മാനേജ്മെന്റ്. ഞാൻ അടുത്ത ഒരു നവംബർ ലാസ്റ്റോ ഡിസംബർ ഐ എം ഡൂയിങ് എ പ്രോഗ്രാം ഇൻ വൺ ഓഫ് ദ ലീഡിംഗ് MBA college about change management. അപ്പൊ ഈ മാറ്റത്തിന് വേണ്ടുന്ന പ്രോസസ്സിൽ ഒന്നാമത്തെ എല്ലാവരും പഠിച്ചല്ലോ, സെൽഫ് ഇമേജ് ചേഞ്ച്. എളുപ്പമല്ല. ഒരു ദിവസം കൊണ്ട് എന്റെ സെൽഫ് ഇമേജ് ഒന്നും മാറ്റാൻ പറ്റൂല. നിങ്ങൾ ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം, ഞാനൊരു 10 മിനിറ്റ് ഒക്കെയാണ് പറയാം, ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 10-15 മിനിറ്റ് ശാന്തമായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറേ പുസ്തകം വായിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരുപാട് മോട്ടിവേഷണൽ പുസ്തകം ഷെൽഫിൽ വെച്ചിട്ട് ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാം. അതുകൊണ്ടാണ് വ്യാഴാഴ്ചത്തെ ഇതേ നമ്മുടെ സുഹൃത്തുക്കളോട് പറയാം, എനിക്കും സെയിം ലിങ്കാന്ന് തോന്നുന്നു. ഇതിൽ വ്യാഴാഴ്ച 9 മണിക്ക് 9:15 കൂടി നമ്മളൊരു ബുക്ക് റിവ്യൂ ഇപ്പൊ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ചെയ്യുന്നു. ഇതൊക്കെ ലിങ്ക്ഡാണ്. അവിടെ പറഞ്ഞാൽ ഇവിടെ പറയും, ഇവിടെ പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതിന്റെ 2ാം ഘട്ടത്തിൽ വരുന്നൊരു സംഭവമാണ്. സെൽഫ് ഇമേജ് എന്താ നമ്മൾ പഠിച്ചു. 2ാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ,
നിങ്ങളൊരു സക്സസ് മെക്കാനിസം ഉണ്ട്. ഡിസ്കവറിംഗ് ദ സക്സസ് മെക്കാനിസം ഇൻ യു എന്നാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. നിങ്ങൾ ഓരോ വ്യക്തികളുടെ ഉള്ളിലുമുള്ള സക്സസിനൊരു മെക്കാനിസം ഉണ്ട്. മെക്കാനിസം എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്നതിനാണ് മെക്കാനിസം എന്ന് പറയാം. മെക്കാനിക് എന്ന വാക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സക്സസ് വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിക്സിലാണ്. എന്ന് പറയുമ്പോൾ ശോഭ ആയാലും അല്ലെങ്കിൽ അജിത ആയാലും, എന്റെ സ്ക്രീനിൽ നിന്ന് രണ്ടാളുടെ പേര് പറഞ്ഞു, ഹംസ ആയാലും, അവരുടെ ഒക്കെ തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു സക്സസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നു. ഇന്ന് പിന്നെ ഞാൻ ഒരിക്കൽ അവിടെ ഒരു പ്രോഗ്രാം ചെയ്തതിനിടയിൽ ഇത് പറയുന്നത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ മനസ്സിലാവും. അവിടെ നമ്മളെ വേദിയിലുണ്ടെന്നു ജനാർദ്ദന്റെ മകൾ, ചെറിയ മോള്, കഴിഞ്ഞ പ്രാവശ്യം എന്റെ ട്രെയിനിങ്ങിലൊക്കെ അവള് വീട്ടിലൊക്കെ വന്ന് എന്നെ എല്ലാം പരിചയപ്പെട്ടു. അപ്പൊ ഇവള് ദൂരത്തെ വന്നവിടെ എന്റെ അടുത്ത് വന്നു. ഞാൻ ഒരു ഉമ്മയെ കൊടുത്തു. ചെറിയ മോളാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ സെഷൻ കഴിയുന്നവരെ ഇവളെ കണ്ടു. പിന്നെ എന്റെ അടുത്ത് വന്നിരുന്നുള്ളൂ. അപ്പൊ ജനാർദ്ദൻ പിന്നെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ മോള് പറഞ്ഞു മാഷടുത്തേക്ക് പോകണം, എനിക്ക് മാഷെ കാണാനാണ് ഞാൻ വന്നത് എന്ന്. ഞാൻ പറയാൻ പോകുന്നത്, ആ കുട്ടിയിൽ എന്താ സംഭവിച്ചത്? ആ കുട്ടിയിൽ എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ എന്താണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അത് അവൾക്കേ അറിയും. കാരണം അവളിൽ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. ആ മെക്കാനിസത്തിലേക്ക് എന്നെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു സാധനം വന്നപ്പോൾ ഒരു സക്സസ് മെക്കാനിസം ആയിട്ട് പറയാം. എവിടെയാണ് അത് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് സക്സസ് മെക്കാനിസം വർക്കിംഗ് വിത്തിൻ യു എന്നാണ് എൻ്റെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് നമ്മളിൽ തന്നെ ഒരു ബിൽറ്റ് ഇൻ പ്രോഗ്രാം, അതായത് അങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ, അങ്ങനെ പറയും. സോഫ്റ്റ്വെയർ ഒക്കെ പറയുമ്പോൾ മനസ്സിലാവും. നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ശരിക്ക് പറഞ്ഞാൽ വിജയിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ ഇതിനകത്ത് പരാജയപ്പെടുന്നു. ഈ സോഫ്റ്റ്വെയർ മനസ്സിലാവാതെ അതിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. എഴുതി വെച്ചു. അതായത് വ്യക്തി ഭിന്നമില്ലാതെ സക്സസ് മെക്കാനിസം ഒരേ പാറ്റേൺ ആണ്. ആ പാറ്റേണിനെതിരെ നിങ്ങൾ എപ്പോഴോ പ്രവർത്തിച്ചപ്പോഴാണ് നിങ്ങളുടെ സക്സസ് തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ഫെയിലർ ആയിരുന്നു. അല്ലാണ്ട് ഫെയിലർ എന്നൊരു വാക്കൊന്നും ഞാൻ പറയില്ല. അപ്പൊ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വളരെ ശ്രദ്ധിക്കണേ, ഉറക്കം വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. അതായത് വളരെ മെല്ലെയാണ് നമ്മൾ പോകുന്നത്. ഒരു പഞ്ചല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിലെ കയറാതെ ഇതിനോട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരു അടിപൊളി ക്ലാസ് എടുത്തുകൊണ്ട് ഒരു ഒരു ഉണ്ടാക്കുന്നൊക്കെ സംഭവിക്കാൻ പോകുന്നില്ല. ഐ വോണ്ട് ചേഞ്ച്, ലിറ്റിൽ ബിറ്റ് ചേഞ്ച്. നമ്മളൊരു സൂം പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നതെങ്കിലും എന്റെ ചിത്രവും എന്റെ വാക്കുകളും എന്റെ പ്രസന്റേഷനും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ ഡീപ്പർ സബ് കോൺഷ്യസിലേക്ക് പോകുന്നുണ്ട്. അത് നിങ്ങളിൽ പ്രത്യേകിച്ചിട്ടൊരു ന്യൂറോ വയറിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ന്യൂറോ സയൻസ് ഒക്കെ വളരെ വിശദമായിട്ട് എനിക്ക് പറഞ്ഞു. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഈ സക്സസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്? അപ്പൊ എന്തൊക്കെയാ അറിയേണ്ടത്? ഒരു സക്സസ് മെക്കാനിസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ നമുക്ക് മാറ്റാം, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മെന്റൽ പിക്ചറാണ്. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാത്രം ഉണ്ടാക്കുന്ന ഇമേജിനാണ് സെൽഫ് ഇമേജ്. വ്യത്യാസം മനസ്സിലാക്കണേ. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ ഇപ്പോഴുള്ള ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്താവണമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാക്കുന്ന ചിത്രമാണ് സെൽഫ് ഇമേജ്. അത് മാറ്റണം എന്ന് പറഞ്ഞു. അത് ഒരു ദിവസം കൊണ്ട് പറ്റില്ല. ആ സെൽഫ് ഇമേജിലേക്ക് നമ്മൾ മാറി 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 വരണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൾക്കൂട്ടത്തോട് സംസാരിക്കാനാവാത്ത ഒരാളാണെന്ന് വെച്ചു, ഒരു പ്രസന്റേഷൻ സ്കില്ലില്ല. ഈ പ്രസന്റേഷൻ സ്കില്ലില്ലാത്ത ഒരാളുടെ പിക്ചർ എന്തായിരിക്കും? സെൽഫ് ഇമേജ് എന്തായിരിക്കും? എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞൊരു 100 ആളിരിക്കുമ്പോൾ ഞാൻ വിളിക്കുകയാണ്, ബാബു ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നമ്മൾ പ്രസംഗിക്കാം, എനിക്ക് പറ്റില്ല.
എന്ന് അദ്ദേഹം പറയുന്നത് പ്രസംഗിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ എന്ന സെൽഫ് ഇമേജ് വെച്ചതുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ജനക്കൂട്ടത്തോട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ചിന്തിക്കുന്നു. എന്നിട്ട് അയാൾ സ്വയം വിശ്വസിക്കുന്നു ഞാൻ നല്ലൊരു പ്രാസംഗികനാണ്. ഇമേജ് മാറ്റി. ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഇമേജ് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ സ്റ്റേജിൽ വന്ന് സംസാരിച്ചിട്ട് പോകും. വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. കാരണം ഈ ലിങ്കിൽ ആരൊക്കെയാണ് കയറുന്നത് ഒരു ഐഡിയ ഇല്ല. 166 അതിനിടയ്ക്ക് 166 പേരുണ്ട്. പലരും കൊടുത്തിരിക്കുന്ന ലിങ്കിലാണ് വന്ന് കയറുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എവിടെ ആയാലും ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു. അടുത്ത പ്രാവശ്യം ശനിയാഴ്ച വരാൻ മറക്കരുത്. ശനിയാഴ്ച വരുമ്പോൾ ഒരാളെ കൂടെ കൂട്ടിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരാൾക്കൂടെ ലിങ്ക് കൊടുക്കുക. ഇങ്ങോട്ട് വന്നോളൂ. കാരണം നമുക്കിതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റണേ. കാരണം ഈ 166 ആളെ പിക്ചർ മാറിക്കഴിഞ്ഞാണ്ടല്ലോ അത് 166 വീടുകളുടെ മാറ്റമായി. അപ്പൊ അതാണ് സെൽഫ് ഇമേജ്. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് അതല്ല, മെന്റൽ പിക്ചർ എങ്ങനെ മാറ്റുന്നു. അതായത് അത് കണക്ഷനാണ്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ സെൽഫ് ഇമേജ് ഒരു മെന്റൽ പിക്ചർ മാറ്റണം. പക്ഷെ അതല്ല, അത് കൂടാതെ നമ്മുടെ ഉള്ളിലെ ആ മെന്റൽ പിക്ചർ മാറ്റുന്ന പ്രോസസ് എങ്ങനെ നടക്കുന്നു എന്ന് അറിഞ്ഞാൽ ഏതൊരാൾക്ക് മാറ്റാം. അപ്പോഴാണ് നിങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് നിങ്ങളെ എന്ന് പഠിപ്പിക്കുന്നത്. തലച്ചോറിന്റെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ RAS. കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം, യൂട്യൂബ് വീഡിയോ കാണാം. പക്ഷെ ബേസിക് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം. RAS എന്ന് എഴുതി വെക്കുക. അതിന് ഇംഗ്ലീഷ് പേര് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നാണ്. അതിനെ കുറിച്ചൊന്നും പേടിയൊന്നും വേണ്ട, അത് കേട്ടിട്ട് വിട്ടെ. ഞാൻ എന്താന്ന് പറഞ്ഞത്, നമ്മുടെ മെന്റൽ പിക്ചേഴ്സ് മുഴുവൻ റാസിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ റാസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഏതിലോ ക്ലാസ് പറഞ്ഞുകൊണ്ട് റെപ്പിറ്റേഷൻ ഒക്കെ ഉണ്ടാകും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഒരാൾ ഒരു ബെൻസ് കാറ് വാങ്ങാൻ തീരുമാനിക്കുന്നു. ഞാൻ പലതവണ പറഞ്ഞൊരു ബോറിംഗ് ഒന്നും വേണ്ട. നീല ബെൻസ് വാങ്ങാൻ തീരുമാനിക്കുന്നു ഒരാൾ. എന്നിട്ട് അയാൾ അത് വാങ്ങണ്ട. അപ്പൊ ബ്രെയിൻ ചോദിക്കും എന്തിനാ രമേശ ഒരു ബെൻസ് കാർ മേടിക്കുന്നത്? അല്ല, എനിക്ക് നല്ല സുഖമായി പോകണം, കുറച്ച് ആൾക്കാരൊക്കെ കണ്ടോട്ടെ, ഞാൻ ഭയങ്കര ബെൻസിലെ ആളാണ് എന്നൊക്കെ നമ്മളെ ബ്രെയിനോട് പറഞ്ഞ് പഠിച്ചു. എന്നിട്ട് ഈ കക്ഷി ഒരു ബെൻസ് ഷോറൂം പോയി. എന്നിട്ട് അതിന്റെ വിലയെല്ലാം ചോദിച്ചു. ഇതിനെക്കാട്ടി ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്ത് വിലയുണ്ട്. പക്ഷെ അതിൽ കയറുന്നതിലൊന്നും പുറകെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു വന്നു. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന ചങ്ങായിക്ക് ഇതൊന്നും അറിയില്ല. ഓരാവശ്യം നിങ്ങൾ എന്താണോ പറയുന്നത് അത് അച്ചീവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഒരു പിക്ചർ തന്നു വീട്ടിൽ ഒട്ടിച്ചു. അപ്പം എങ്ങനെ രാവിലെ എഴുന്നേറ്റോടെ നോക്കും, ഉച്ചക്ക് നോക്കും. പിന്നെ എന്താ സംഭവിക്കാറ്? നിങ്ങൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ മുഴുവൻ ഒരു ബെൻസ് കണ്ടോളി. ക്ലിയർ? അത് നിങ്ങൾ സ്കൂട്ടി ആണെങ്കിൽ സ്കൂട്ടി, നിങ്ങൾ എന്താണോ വേണ്ടത്. ഇപ്പൊ കാറിലൊന്നും ഒരു താല്പര്യം, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇതൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് വെറുതെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിതൊന്നും കാണാൻ പറ്റാറ്. കാരണം എന്റെ ബ്രെയിനില് കാറോ ഇതൊന്നും എനിക്ക് വലിയ, ചിലപ്പോ ബെൻസ് ഉണ്ടാവും. ഇപ്പൊ എന്റെ ഫ്രണ്ട് സുശീലപ്പ BMW ഡ്രീം ചെയ്യുന്നതാണ്. അയാൾ എവിടെ നോക്കിയാൽ മാഷാത്ത BMW, ഞാനും കണ്ടിട്ടുണ്ട്, കക്ഷി എടുക്കും. ഇതാണ് റാസ് എന്ന് പറയുന്നത്, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. എന്റെ ബ്രെയിനിൽ എന്താണ്? കുറെ ആൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ എന്താ പ്രശ്നം? എല്ലാ ദിവസവും ക്ലാസ്, നാളെ കൈവേലി, ഇത് വന്നുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കും. ഒരാൾ വിളിച്ചു പറയും, സാർ ഇന്ന സ്ഥലത്തൊരു ക്ലാസ് എടുക്കണേ. സെക്കൻഡ് മതി, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഇന്ന് ഈ ആഴ്ച എവിടെ ക്ലാസ് എടുക്കണം? ഞാൻ ആലോചിക്കുമ്പോഴേ ഒരു കോൾ വന്നിട്ടുണ്ടാവും. എന്റെ അപ് ടു ഡിസംബർ ഒക്കെ ഫുൾ ആയി. ദാറ്റ് ഇസ് വെരി സിമ്പിൾ. അതാണ് റാസ്. ഒരു വീട്ടമ്മ വീട്ടിലേക്ക് ഒരു ഇഡ്ഡലി പാത്രം വാങ്ങാൻ വിചാരിച്ചു. രസകരമായ കാര്യം കേട്ടോ. അപ്പൊ ബ്രെയിൻ ചോദിക്കും, എന്തിനാ ഇഡ്ഡലി പാത്രം? അല്ല, കുറച്ച് നല്ല ഇഡ്ഡലിയിൽ ഉണ്ടാക്കാം, ഇപ്പോഴുള്ള പാത്രം മോശം. പിന്നെ ഏത് ഷോപ്പിൽ പോയാലും ഇഡ്ഡലി കാണാം, ഇഡ്ഡലി പാത്രം ഉണ്ടാവണം. ദിസ് ഈസ് കോൾഡ് റാസ്. ബേസിക് മനസ്സിലായില്ലേ? കുറെ അനുഭവം ഉണ്ടാവും. വീട് കിട്ടുമ്പോ വീട്, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെയല്ല ആഗ്രഹം നടക്കും.
ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതാണ് ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? സെൽഫ് ഇമേജ് മാറുന്ന കാര്യമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇപ്രാവശ്യം നമ്മൾ പറയാൻ പോകുന്നത് മെന്റൽ പിക്ചർ മാറ്റുന്നു. അപ്പൊ എങ്ങനെയാണ് മെന്റൽ പിക്ചർ മാറ്റുന്നത് എന്നതാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് റാസ് മാറ്റുന്നത്. റാസ് മാറ്റാൻ പറ്റില്ല, റാസ് ആയി മാറുകയാണ്. അതെങ്ങനെ? നമ്മുടെ തലച്ചോറ് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീകോശങ്ങൾ കൊണ്ടാണ്. എല്ലാവർക്കും അറിയാം. എത്രയുണ്ട്? 80 ബില്യൺ. ബില്യൺ നമുക്ക് മനസ്സിലാവില്ല. പകരം ഭൂമിയെ 2 തവണ ചുറ്റേണ്ടത്രയും തലച്ചോറിലെ ന്യൂറോൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ വലുപ്പം മനസ്സിലാവും. അല്ലാണ്ട് ബില്യൺ മില്യൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പൊ എത്രയുണ്ട്? ഭൂമി എത്രയുണ്ട്? അതിന് 2 പ്രാവശ്യം ചുറ്റേണ്ടത്ര ന്യൂറോൺസ് ഈ തലക്കുടുക്കയിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന് ഒരു രസകരമായ കാര്യം തരാ. രമേശൻ മാഷക്ക് അത് 2 തവണ ചുറ്റാനും, ബാബുവേട്ടന് അത് 3 വട്ടം ചുറ്റാനും, ശോഭക്ക് അത് 1 വട്ടം ചുറ്റാനും അല്ല. ദൈവത്തിന് പക്ഷഭേദമൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെയാണ് ഈ സാധനം. അതൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ തന്നിട്ടുണ്ട്, അതിന്റെ യൂസർ മാനുവൽ അറിഞ്ഞാൽ. അപ്പൊ ഈ സംഭവം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ന്യൂറോൺസ് എത്രയുണ്ടെന്ന് മനസ്സിലായി. ഈ ന്യൂറോൺസിന്റെ ഒരു പ്രത്യേകതയാണ് ന്യൂറൽ പാത്വേസ് അല്ലെങ്കിൽ ന്യൂറോജെനിസിന്റെ ഭാഗം. ന്യൂറോജെനിസിന് ന്യൂറോൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂറോ പാത്വേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ഇങ്ങനെ ആഗ്രഹം വരുമ്പോൾ ആ ന്യൂറോൺസ് ഒരു പ്രത്യേക പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോ. അങ്ങനെ പ്രത്യേക പാത്വേയിൽ പോകുന്ന ന്യൂറോൺസിന്റെ കൂട്ടിനെയാണ് റാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചേ, എന്തെങ്കിലും ആഗ്രഹം, ഒരാഗ്രഹമില്ലേ? ഇല്ല പിന്നെ വൈകുന്നേരത്തിനെ കുത്തിയിരിക്കണ എന്നും ഒരാഗ്രഹം നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ വേണ്ടത് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചു. ഇനി ആ വിചാരിച്ച സാധനം കിട്ടലാണല്ലോ നമ്മളെ ലക്ഷ്യം. ആ മെന്റൽ പിക്ചർ അത് കിട്ടിയ ഫീലിങ്സിലൂടെ പോകണം. അതാണ് അടുത്ത പരിപാടി. ഞാൻ മോർണിംഗ് സെഷൻസിൽ അവർക്ക് വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ആ ബെൻസ് കാറിൽ കയറി ഇരുന്ന് ഓടിക്കുന്നതിന്റെ ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഫീലിംഗിലൂടെ നിങ്ങൾ പിക്ചർ മാറ്റുക. പിന്നെ ന്യൂറോ പാത്വേ മാറും. അത് മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ബ്രെയിന് മനസ്സില്ല, ബ്രെയിന് ഭാവനയും റിയാലിറ്റിയും തിരിച്ചറിയാൻ പറ്റൂല. ഭാവനയും റിയാലിറ്റിയും ഓർക്കറിയില്ല. ഞാൻ ഭാവനയിൽ ഒരു ബെൻസ് കാറിൽ പോകുമ്പോ ന്യൂറോൺസ് വർക്ക് ചെയ്ത് ന്യൂറോ പാത്വേ കറക്റ്റ് ആവുകയും അത് നിങ്ങളിൽ എത്തിച്ചു തരേണ്ട എന്തെങ്കിലും ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ വീട്ടിൽ ബെൻസ് വരികയും ചെയ്യും. ചിലപ്പോൾ അയൽവാസി അല്ലെ ഏതോ ഒരാൾ പറയും മാഷ ചെയ്ത ഒരു ബെൻസ് പിടിച്ചോ. അങ്ങനെ ഒരാൾക്ക് ബെൻസ് കിട്ടിയ കഥയുണ്ട്. ഒരു ആവശ്യമില്ലാണ് ഒരു ബെൻസ്. രണ്ടാൾ, ഒരാൾ ബെൻസ് കിട്ടാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, മറ്റേ ബെൻസ് കിട്ടിയാൽ നല്ല തന്നെ, കുഴപ്പമില്ല. ഇനി ബെൻസിലെ കുഴപ്പമില്ല, ഓട്ടോറിക്ഷയിൽ മതി. അങ്ങനെ പറയുന്നവർക്ക് കിട്ടൂല. ഞാൻ പറയും ഈ ഇരിക്കുന്ന 167 ആള്, ഞാൻ അടക്കം 168 ആളും കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരാണ്. അവർക്ക് ജന്മകാലത്ത് കിട്ടൂല എന്ന് വിചാരിക്കണ്ട. അതാണ് ലക്ഷ്യം. കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളെ ബ്രെയിൻ പറയും ചങ്ങായി മടിയാണ്, കിട്ടിയില്ലേ വലിയ പ്രശ്നമൊന്നുമില്ല രമേശ. എനക്കൊരു പ്രശ്നമില്ല, എനിക്ക് ഇങ്ങനെ സാധാരണ പോയാൽ മതി, തീർന്നു. പിന്നെ ഈ ചങ്ങായിക്ക് കിട്ടില്ല. അതായത് ന്യൂറോ പാത്വേസ് എന്ന് പറയുന്നത് സ്ട്രോങ് കയറ് പോലെ ആവണം. അതെങ്ങനെ കയറാവാം? ഒരു കയറിന്റെ ഒരു പിരി, അതായത് ഒരു ദിവസം രാവിലെ എണീച്ച് നാലും ചിന്തിച്ചു, പിന്നെ അതിലേ പോകുമ്പോൾ ചിന്തിച്ചു, അങ്ങനെ 2 എണ്ണമായി, അങ്ങനെ 3 എണ്ണമായി, അങ്ങനെ 4 എണ്ണമായി എന്ന് പറഞ്ഞാൽ ഇത് ചിന്ത ചിന്തിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഒരു കയറ് പോലെ ആവും എന്ന് ചോദിച്ചു. ഇങ്ങനൊന്നും അല്ല കേട്ടോ, അവനെ പറഞ്ഞു. ഈ കയറ് ആവുന്ന സമയത്ത് ഈ യൂണിവേഴ്സ് ആ സാധനം നിങ്ങളുടെ മുമ്പിൽ കൊടുക്കും. ഈ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ കേട്ടോ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെല്ലാം മിക്കവാറും നമ്മൾ അറിയുന്നവരായിരിക്കും.
ഞാനിങ്ങനെ ഹെൽത്ത് കോച്ചിങ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതും എടുക്കലുണ്ട് കേട്ടോ, ന്യൂറോ സയൻസും ഓരോ കാര്യത്തോടും. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ച് ഹെൽത്ത് കോച്ചിങ്ങിൽ എടുക്കുമ്പോൾ ഒരു ഡോക്ടർ കൂടി ഉണ്ടെങ്കിലോ വളരെ നന്നായി. സാധാരണ ഒരു ഡോക്ടറെ അവൈലബിൾ അല്ല, എല്ലാവരും തിരക്കിലാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റാസ് വർക്ക് ചെയ്യുന്ന മുഴുവൻ ഐ എം സെർച്ചിങ് ഫോർ എ ഡോക്ടർ ഹു ക്യാൻ സപ്പോർട്ട് us. അപ്പൊ മറ്റൊരു സ്ഥലത്ത് ഒരു ഡോക്ടർ എന്താ ചെയ്യുന്ന അറിയോ, അദ്ദേഹത്തിന് വലിയ ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന് അതിലൊന്നും വലിയ താല്പര്യമില്ല. ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്നെ ആരെങ്കിലും ഇങ്ങനെ ഒരാൾ വിളിക്കോ എന്നിട്ട് നിൽക്കുന്നുണ്ട്. നോക്കണം, ഞങ്ങൾ തമ്മിലൊരു പരിചയമില്ല. പക്ഷെ കുറെ ആൾക്കൊക്കെ അറിയാം. അദ്ദേഹം ചിലപ്പോൾ ഇത് കേൾക്കുന്നില്ല. ഡോക്ടർ സുമേഷ് നമ്മളെ പ്രോഗ്രാമിലേക്ക് വരുന്നു, അല്ലെ അദൃശ്യമായിട്ട് ഞാൻ കാണുന്നു. എന്നെ ഒരാൾ പരിചയപ്പെടുത്തുന്നു. ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നു. ഞങ്ങളൊരു സെഷൻസ് ചെയ്യുന്നു. ഇന്നും ചെയ്തു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഡിസിഷൻ എടുത്തു, ഇനി എവിടെ ഞാൻ സെഷൻ ചെയ്യുമ്പോൾ ഡോക്ടർ ഉണ്ടാവും. എങ്ങനെയുണ്ട്? ഞങ്ങൾ എൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ ഇത് വളരെ ഫൈനലൈസ് ചെയ്തു. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് വേറൊന്നിനല്ല കേട്ടോ, ഇത് വളരെ ഹൃദയസ്പർശം. കാരണം അദ്ദേഹവും സമൂഹത്തിന് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നു, ഞാനും ആഗ്രഹിക്കുന്നു. അപ്പൊ രണ്ട് ആളുടെ റാസും വർക്ക് ചെയ്തപ്പോ ഈ രണ്ട് പേരും കണക്ട് ചെയ്യപ്പെട്ടു. എക്സാമ്പിൾ, ഞാനിതിന് എക്സാമ്പിൾ അടക്കം പറയുന്നത് വെച്ചാല് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട്, നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇനി രണ്ടാമത് രഹസ്യം പറഞ്ഞു, ഈ ആഗ്രഹങ്ങളിലെ ഇത് സ്വാർത്ഥമല്ലാത്ത ആഗ്രഹങ്ങളും സ്വാർത്ഥമായ ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും. ശരിയല്ലേ? ശരിയാണല്ലോ? ഉണ്ടാവും, രണ്ടുണ്ടാവും. എനിക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. ഇതിൽ സ്വാർത്ഥമല്ലാത്ത ഇത്തരം ചിന്തകളും ലക്ഷ്യങ്ങളും വരുമ്പോ ഈ റാസിന്റെ സ്പീഡ് സാധാരണ 100 ആണെങ്കിൽ 1,00,000% കൂടും. അതുകൊണ്ടാണ് പറഞ്ഞത് നിസ്വാർത്ഥമായി നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഇത്തരം മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഹെൽത്ത് അറിവുകളും എനിക്ക് കിട്ടിയത് മുഴുവൻ കൊടുക്കണം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണേ. എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു റാസാണത്. ഞാൻ പറഞ്ഞ ഡോക്ടർക്കോ തന്നെ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് തന്നെ കുറച്ച് രാജ്യങ്ങൾ കാണണം. എക്സാമ്പിൾ നോക്കണേ. ആഗ്രഹം രണ്ടെണ്ണമായി. ഒന്ന്, സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കുന്ന കോച്ചാവണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാവണം. എനിക്ക് കുറെ സ്ഥലങ്ങൾ കാണും. എന്താ സംഭവിക്കുന്നറിയാം? ആദ്യത്തെ ആഗ്രഹം വേഗം നടത്തും പ്രകൃതി, അപ്പൊ രണ്ടാമത്തെ നടന്നോളൂ. ഉറപ്പല്ലേ? സോറോ ഇപ്പൊ 21-ാം തീയതി കൊച്ചിയിലാണ് അഭിലാഷിന്റെ ടീമിൽ ഒരു മനോജ് സാറിന്റെ ടീമിൽ 22 കോടി XYZ ആ പ്രോഗ്രാമിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്റെ ആഗ്രഹം ഒന്ന് കൊച്ചിയല്ലെന്ന് കാണുന്നതായിരിക്കും. പക്ഷെ ഞാൻ കൊടുത്ത മെസ്സേജ് ഐ ഹാവ് ടു ട്രാൻസ്ഫോം സം പീപ്പിൾ ഇൻ കൊച്ചി, ദാറ്റ്സ് ഓൾ. അപ്പൊ യൂണിവേഴ്സൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇനി അങ്ങ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എനിക്കൊരു കൊട വാങ്ങണം എന്നാണെങ്കിൽ ഡ്രീം എന്ന് വെച്ചോ. അപ്പൊ ഡ്രീം ഇങ്ങനെ മാറ്റുക. എനിക്കൊരു കൊട കൊടുക്കുമ്പോൾ ഞാൻ ഒരാൾക്കെങ്കിലും ഒരു കൊട വെറുതെ കൊടുക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 കൊട കിട്ടും. ക്ലിയർ ആയോ? കുറെ ആൾക്ക് ഇതൊന്നും തിരിഞ്ഞില്ല. കുറെ ആളിങ്ങനെ ആലോചിച്ചു വാട്ടൻ എന്തായി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടോ? അതായത് യൂണിവേഴ്സലിനെ നമ്മൾ ആക്സെപ്റ്റൻസ് ഉള്ള ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ MA യൂസഫ് അല്ലേ, അല്ലെങ്കിൽ ഡോക്ടർ മേ ബി എനിബഡി, ഡോക്ടർ APJ അബ്ദുൽ കലാം, എല്ലാം നിങ്ങൾ അങ്ങനെ എടുക്കും. ഇവരെയൊക്കെ തന്നെ അവരുടെ കാര്യം ചിന്തിച്ചിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴവർ ചിന്തിക്കുന്നത് എങ്ങനെ കുറെ തൊഴിലവസരങ്ങൾ കൊടുക്കാം, എങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അങ്ങനെയുള്ള വലിയ ഗോളിലേക്ക് വരുമ്പോൾ മെന്റൽ പിക്ചർ ഷിഫ്റ്റിംഗ് വരുന്ന ഈ റാസ് മാറിക്കൊണ്ടിരിക്കും. ഈ റാസ് വളരെ ശക്തമാകുമ്പോൾ വേറൊരു ഗുണം തരുമോ? ഈ സംശയം ഉണ്ടാവില്ല. അതായത് നിങ്ങൾ ഈ കയറ് വളരെ ശക്തമായി കഴിഞ്ഞാല് സംശയമാകുന്ന കയറ് ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു അഴിയുണ്ടാവും. അപ്പൊ എന്തോ ഇത് വർക്ക് ചെയ്യില്ല. എക്സാമ്പിൾ, നമ്മള് ചില പേഴ്സണലി ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെ തളിപ്പറമ്പിനടുത്ത്
വളരെ പ്രശസ്തനായ ലോകത്ത് ഉള്ള ഒരു വ്യക്തിയുണ്ട്. ഇതിന് വിജയ് നീലകണ്ഠൻ എന്നാണെന്ന് തോന്നുന്നു. ഞാൻ അതിന്റെ കണ്ടിരുന്ന പേരിൽ മാറ്റമുണ്ടോ എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹം കിങ് കോബ്ര അല്ലെങ്കിൽ രാജവെമ്പാലകളെ സംരക്ഷിക്കുകയും അവരുടെ മുട്ടയൊക്കെ അടയിരിക്കുമ്പോൾ അതിനുവേണ്ടി അഹോരാത്രം അവിടെ താമസിച്ച് കിടന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കാടുകളിൽ, വലിയ കാടുകളിൽ പോയി അവയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു എൻവയറമെന്റലിസ്റ്റാണ്. വേൾഡ് ഫേമസ് ആണ്. യാദൃശ്യമായിട്ട് ഞങ്ങള് ഇവിടെ ജേക്കബ് സാറും അല്ലെങ്കിൽ ഡോക്ടർ സുമേഷ് ഞാനൊക്കെ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ ഫോട്ടോസ് അവിടെ കാണിച്ചു. അത് ഞങ്ങൾ ഒരുപാട് 1.5 മണിക്കൂർ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇത്ര അടുത്ത് കിങ് കോബ്ര വരുന്നു, അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. ഒരിക്കലും മൃഗശാലയൊന്നല്ല, ഒരു കാട്ടിൽ ഇദ്ദേഹം കിങ് കോബ്ര അന്വേഷിച്ചു പോകുന്നു, ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ഒരു വെള്ളത്തിനടിയിൽ നിന്ന് കിങ് കോബ്ര ഇങ്ങനെ വന്നിരുന്നു. ഇദ്ദേഹം നിൽക്കുന്ന ഇവിടെയാണ്. ആ ഫോട്ടോഗ്രാഫ് അവിടെയുണ്ട്. 16 മിനിറ്റ് അവരിങ്ങനെ നിന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം നമ്മളും ആണെങ്കിൽ വ്യത്യാസം ഞാൻ കാണിക്കാൻ പോവാം. ഇവിടെ നിൽക്കുന്നു, 16 മിനിറ്റ് ഇദ്ദേഹത്തെ നടുവേദന എടുക്കുന്നു, ഇദ്ദേഹം മാറുന്നു, കിങ് കോബ്ര അങ്ങോട്ട് പോകുന്നു. ഫിനിഷ്. ഇനി രമേശൻ എന്ന ഞാനും ഒരു കിങ് കോബ്രയും തമ്മിലാണെന്ന് വിചാരിച്ചു. എക്സാമ്പിൾ, കിങ് കോബ്രയെ കണ്ടാൽ തന്നെ ഞാൻ ഓടും. അത് നിങ്ങൾ തൽക്കാലം എന്നെ ഒഴിവാക്കി. ഞാൻ തൽക്കാലം വിട്ടുപോകില്ല. നമ്മളങ്ങനെ കിങ് കോബ്ര ഇവിടെ വന്നു നിന്നു, രമേശൻ ഇവിടെ വന്നു നിന്നു. എന്താ സംഭവിക്കുക? ഈ രമേശന്റെ റാസില് കിങ് കോബ്ര കടിക്കുന്ന അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മോനെ ഏത് പാമ്പായാലും നിന്നെ കടിക്കും എന്നാണ് എന്റെ ബനിലുള്ള റാസ്. ഈ കിങ് കോബ്രക്ക് വലിയ പട്ടിയൊന്നുമില്ല, ഒറ്റ കൊത്തു കൊത്തിയാൽ മതി. പിന്നെ അത് ഡീസന്റ് ആയോട് ചെയ്യൂല. ഞാൻ മനസ്സിലായില്ലേ? ഇതാണ് റാസിന്റെ ഡിഫറൻസ്. അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ കൊടുത്തിരിക്കുന്നത് വർഷങ്ങളാ, 38 വർഷമായി അദ്ദേഹം ഇതിൽ തന്നെ പഠനം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ റാസിൽ മുഴുവൻ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ കടിക്കലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, അതിന്റെ റിസർച്ചും കാര്യം. അപ്പൊ ആ റാസ് സ്ട്രോങ് ആകുമ്പോ ഈ കിങ് കോബ്രക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, വിത്തൗട്ട് ഹിസ് പെർമിഷൻ. സോറി ഫോർ ദാറ്റ്. ഇവിടെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുന്നത്. സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് മാറുന്ന പ്രോസസ്സിനിടയിൽ തന്നെ സംഭവിക്കുന്ന, ഇതൊന്നും സെപ്പറേറ്റഡ് അല്ല, ഒരു സംഭവമാണ് മെന്റൽ പിക്ചർ കൺവേർഷൻ, അല്ലെങ്കിൽ പറഞ്ഞ റാസ് മാറുന്നു, ന്യൂറോ പാത്വേസ് ചേഞ്ച്. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ മാജിക് ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അല്ലെങ്കിൽ മേ ബി ലോ ഓഫ് സക്സസ്, ഏതെങ്കിലും ഒരു പുസ്തകം നമ്മൾ എടുക്കുന്നു. ശ്രദ്ധിച്ചോ, ഈ പുസ്തകം എടുക്കുന്നു, നിങ്ങൾ വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളിൽ ഒരു റാസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു റെറ്റിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ന്യൂറോൺസ് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വായിച്ച് വരുന്ന സമയത്ത് ആ പുസ്തകത്തിന്റെ അറിവുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ അറിവുകൾ വരുന്ന അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ന്യൂറോ പാത്വേസ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ വളരെ കുറച്ച് പോയിന്റുകളെ പറയുന്നുള്ളൂ, കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പോഴത്തേക്ക് ടേക്ക് ഹോം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എപ്പോഴൊക്കെയാണ് വളരെ ശക്തമാവുന്നത്? ഈ ഗോൾ സെറ്റിംഗ് പലരും ചെയ്തിട്ട് പരാജയപ്പെടാൻ ഒരു കാര്യം, ഈ നമ്മുടെ തലച്ചോറിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലുള്ള എല്ലാ പ്രവർത്തനം ചെയ്യേണ്ട സമയം എപ്പോൾ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ സമയം മറ്റൊന്നുമല്ല, ഉറക്കത്തിന് തൊട്ടു മുമ്പുള്ള ഒരു 10 to 20 seconds, ഒരു മിനിറ്റ് വരെ, എഴുന്നേറ്റ ഉടനെയുള്ള 1 മിനിറ്റ്. എന്നിട്ട് ഈ രണ്ടും ഇത്ര പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഗോൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഗോൾ റാസ് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഗാമ വേവ്സ്, ബീറ്റ വേവ്സ്, ആൽഫ വേവ്സ് തുടങ്ങിയ പ്രോസസ്സിലൂടെ കടന്ന് ഉറക്കത്തിലെത്തുകയും അവിടെ ഇടയിൽ ഒരു തീറ്റ വേവ്സ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. A few seconds. ആ സമയത്ത് ഈ കൊടുത്ത മെസ്സേജ് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ സ്വന്തം കൂടുതൽ ഫാസ്റ്റ് ആവും. എന്നിട്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ, അന്നേരം മാത്രമേ തീറ്റ വേവ്സ്, കാരണം ഡെൽറ്റ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് തീറ്റ വേവ്സ് ആക്ടിവേഷൻ നടക്കുന്നത് എഴുന്നേറ്റ ഉടനെയാണ്. അപ്പൊ ഇവിടെ ബെൻസ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചാലും ഫീലിങ്ങോട് കൂടി യാത്ര ചെയ്ത് കിടന്നുറങ്ങിയ ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇത് തന്നെ കൊടുക്കുന്ന സമയത്ത് റാസ് ആക്റ്റീവ് ആവുന്നത് 10 മടങ്ങായിരിക്കും.
നിങ്ങളിത് ടെസ്റ്റ് ചെയ്യാം. 1-2 ദിവസം കൊണ്ട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങളുടെ ബേസിക് ക്വാളിറ്റി സംശയമാണ്. ഇങ്ങനത്തെ ഒരു ക്ലാസ്സിലേക്ക് പോയാൽ രക്ഷപ്പെടും നോക്കാം. ഏതെല്ലാം പോയതല്ലേ, അങ്ങനെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഇതൊരു ബിഗ് ബോസ് പ്രോഗ്രാം പോലെ കാണുന്നവരുണ്ട്. അത് ഇതല്ല പരിപാടി. അത് നിങ്ങൾ പോയി കണ്ടോ. ബിഗ് ബോസ് ഇത് വ്യത്യാസമുണ്ട്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ബിഗ് ബോസ് ആക്കുന്ന പരിപാടിയാണ്, നാട്ടുകാരെ ബിഗ് ബോസ് ആക്കുന്ന പരിപാടിയല്ല. ഇവിടുത്തെ ബിഗ് ബോസ് ആരാ? നിങ്ങളാ. പലപ്പോഴും ഇത്തരം പ്രഭാഷണ പരമ്പരകളുടെ ഒരു പരാജയമായി ഞാൻ കാണുന്നത്, കുറേ പോയിന്റ്സ് പഠിപ്പിക്കും, ഒന്നും മനസ്സിലാവില്ല. ഞാൻ ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല, കുറച്ച് കാര്യം പറഞ്ഞു അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പ്രോഗ്രാം ഉണ്ടായതുപോലെ ഒരു റാസിന്റെ പ്രവർത്തനമാണ്. എനിക്കൊന്ന് മിനീഷിനാണ് ഇങ്ങനെ ഒന്ന് തുടങ്ങണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോവാണ്. ഞാൻ സെൽഫ് ഇമേജ് മാറ്റി കൺഫ്യൂഷൻ വേണ്ടാതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യമാകുന്ന എന്തുമാവട്ടെ ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ ന്യൂറോൺസാണ്, നിങ്ങളുടെ തലച്ചോറിലുള്ള നിങ്ങളാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, ആത്മാവിന്റെ ബന്ധുവും അവൻ തന്നെ, അതിന് ശത്രു അവൻ. അതിൽ പറയുന്നതിൽ രിപുരാത്മന എന്ന് പറഞ്ഞ പോലെ തന്നെ ബന്ധുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി സാറേ എന്ന് കുറ്റപ്പെടുത്താൻ ഞാൻ എന്താ ഇങ്ങനെ ആവാൻ കാരണം മറ്റുള്ളവരാണ് എന്റെ കാരണം അല്ല, നിങ്ങൾ തന്നെ. ഇനി നിങ്ങളുടെ ദുരന്തങ്ങളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏതായാലും ഉറങ്ങുന്നതിന് മുമ്പ് അടുത്തകളെ വീണ്ടും ദുരന്തം വരും. പകരം ഇപ്പൊ 9 മണിക്ക് ഇത് കഴിയുമല്ലോ, എന്നിട്ട് ഒരു 15 മിനിറ്റ് ശാന്തമായിരുന്നിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്താവാൻ കാരണം. ഇനി വേറെ കാര്യം പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ പോലും നിങ്ങളുടെ ജീവിതം കട്ടപ്പോയാം. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റ് ഉടനെ അല്ലെങ്കിൽ കേൾക്കുന്ന ദുഃഖഭാരങ്ങളും പങ്കുവെക്കാൻ, അങ്ങനത്തെ ഒരു പാട്ടുണ്ടായിരുന്നുണ്ട്. പാട്ടുപാടിയാൾ പൈസ മേടിച്ചു പോയി, അയാൾക്ക് ദുഃഖഭാരമൊന്നുമില്ല. ഇതെന്നെ ഡെയിലി ടേപ്പ് വെക്കും, കാറിൽ വെക്കും, ഒന്നും പേടിക്കണ്ട, തഥാസ്തു, ദുഃഖഭാരം വന്നുകൊണ്ടിരിക്കും. ചിലവരെ പാട്ട് നല്ല വ്യത്യാസം. ഈ ജീവിതം ഇത് എന്തേനു നൽകി നല്ല മറ്റു പാട്ട് പാടുന്ന ടീമില്ല. ദയവ് ചെയ്ത് അത്തരം പാട്ടുകൾ കേൾക്കരുത്. ഞാൻ ഒരു കണക്കിന് നമ്മുടെ കുട്ടികൾ, പുതിയ കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനത്തെ ഒരു പാട്ടും അവർ കേട്ടില്ല. ഇത് നമ്മുടെ ഒരു തലമുറയില്ലേ, എനിക്കൊന്ന് ഇത് കേൾക്കുന്നതിന് വിദ്യാർത്ഥികൾ പറയും, നമ്മളൊരു 80s 90s പണ്ടത്തെ മോഹൻലാലിന്റെ സിനിമ പാട്ടെല്ലാം കേൾക്കുന്ന ഒരു ടീമല്ലേ നമ്മള്. നമ്മൾക്ക് മുമ്പിൽ ഇങ്ങനെയുള്ള പാട്ടുണ്ടാവും. പക്ഷെ പുതിയ കുട്ടികളെല്ലാം അടിപൊളി പാട്ട് കേൾക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതം അടിപൊളിയായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ കുട്ടീനെ എടുത്തിട്ട് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ കേൾപ്പിച്ചു നോക്കിയാൽ ഒരൊറ്റ കുട്ടി കേൾക്കാനുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചോളം വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ, നിങ്ങൾ സംസാരിക്കുന്ന സുഹൃത്തുക്കൾ, വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾ, അഭിലാഷനെ കണ്ടോണ്ട് അഭിലാഷ് ഒരു ബെൻസ് വാങ്ങാൻ തീരുമാനിച്ചു. അഭിലാഷ് ബെൻസ് വാങ്ങാൻ തീരുമാനിച്ചു. ഉടനെ അഭിലാഷിന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു, അപ്പൊ കുറെ ഇവര് ബെൻസ് ഏടാ വാങ്ങാൻ പറ്റുന്നു, അഭിലാഷ് എനിക്ക് പണിയൊന്നും വേണ്ട എന്ന് പറയുന്ന 10 ആളാണെങ്കിൽ അഭിലാഷിനെ തോന്നും ഇത് ശരിയല്ലേ, പരിപാടി തീർന്നു. സോ ലോ ഓഫ് അസോസിയേഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരാളുടെ റാസ് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുടെ കോച്ചോട് സംസാരിക്കാം, നല്ല വിശ്വാസമുള്ള പാർട്ട്ണറോട് സംസാരിക്കാം, ഇല്ലെങ്കിൽ ആരോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ പറയാൻ പോകുന്നതും കൂടെ ഇന്ന് നമുക്ക് പറയാൻ തോന്നുന്നു. 50 ആയിട്ടുള്ളൂ, 10 മിനിറ്റ് ഉണ്ട്. അതായത് ഈ പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ഒന്ന്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ ഉടനെയും അതേ ചിന്തകൾ കൊണ്ടുവരിക. അപ്പൊ ഒന്നിലേറെ ലക്ഷ്യം ഉണ്ടാവില്ലോ, അങ്ങനെ ഉണ്ടാവില്ലേ? കഴിയുന്ന ഒന്ന് അച്ചീവ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും ആദ്യ ഘട്ടത്തിൽ. ഇതിന് വേറെ ടെക്നിക്ക് എന്ന് വെച്ചാൽ, ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയും അത് അച്ചീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. കുറച്ചും കൂടെ നിങ്ങളുടെ ബ്രെയിനിന്റെ ആക്ടിവേഷൻ ഫാസ്റ്റ് ആവും. സോ അതുകൊണ്ടാണ് പറയുന്നത്, അച്ചീവ് സ്മോൾ ഗോൾസ്, then it will be very easy to achieve the big goals.
ഇതൊരു വലിയ സയൻസ് ആണ്. ന്യൂറോജെനിസിസിൽ നമ്മൾ ന്യൂറോ സയൻസിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ന്യൂറോജെനിസിസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ന്യൂറോൺസ് ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ഉണ്ടാവുന്ന ഒക്കെ സമയത്ത് പുതിയ തരത്തിലുള്ള ചിന്താ പദ്ധതികളായിരിക്കും. അപ്പൊ കൂട്ടുകാരെ ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഡ്രീമിൽ നിന്ന്, ഗോളിൽ നിന്ന് മാറ്റമുണ്ടാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മാറുക. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരെല്ലാം തപസ് ചെയ്യാൻ പോയി. പലവരും തപസ് ചെയ്തിട്ട് അതിന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് തന്നാക്കന്നെ പാര വെക്കാൻ പോയി. ഭസ്മാസുരൻ അവർക്ക് കൊടുത്തേ പറ്റൂ. കാരണം അവരുടെ കോൺസെൻട്രേഷൻ, അതിൽ വലിയ ഘടകങ്ങളുണ്ട്. മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ, ഇതൊക്കെ നമ്മളെ ചെയ്യുന്നത്, ഏകാഗ്രത, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ഫിലോസഫിയാണ്. എന്താണ്? ന്യൂറോ പാത്വേ അല്ലെങ്കിൽ ഈ റാസിന്റെ ആക്ടിവേഷൻ. ഇത് നിങ്ങൾക്ക് പ്രാവർത്തിയാക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഇത് ഈ പ്രോഗ്രാം തന്നെ നമ്മള് ഒരു ബാനറിന്റെ പേരിലാണ് ചെയ്യുന്നത്. യാനം എന്നാണ് അതിന്റെ പേര്. YANAO എന്നാണ് യാനം. യു ആർ നോട്ട് അലോൺ മൈ ഫ്രണ്ട്, അല്ലെ മൈ ഡിയർ, നിങ്ങൾ ഒറ്റക്കല്ല സഹോദര, ഞങ്ങളുമുണ്ട് എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നിങ്ങൾക്കൊക്കെ ഒരു മെമ്പറൊന്നും ഇല്ലല്ലോ, എല്ലാവരും മെമ്പറാണ്. എല്ലാവർക്കും മറ്റുള്ളവർ സഹായിക്കാം. അപ്പൊ അതൊരു കോൺസെപ്റ്റാണ്. അതും ഇതേപോലെ ന്യൂറോ സയൻസ് വഴി നമ്മൾ അച്ചീവ് ചെയ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഉണ്ടായ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഗെറ്റ് എ ന്യൂ മെന്റൽ പിക്ചർ ഓഫ് യുവർ സെൽഫ്. അപ്പൊ സെൽഫ് ഇമേജ് അല്ല ഞാൻ പറയാൻ പോകുന്നത്, അതൊക്കെ അതിനുശേഷം നിങ്ങളുടെ ഗോളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ചിത്രീകരണത്തെയും സംഭാഷണത്തെയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് സെൽഫ് ടോക്ക്. അപ്പൊ എന്തല്ലേ സെൽഫ് ഇമേജ്? നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, അത് രാവിലെയും വൈകുന്നേരം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഓൾവേസ് വിഷ്വലൈസ് ഇൻ ഇറ്റ്. ഇനിയാണ് ഞാൻ പറയുന്നത് സെൽഫ് ടോക്ക്. അതോടുകൂടി ഇന്നത്തെ നമ്മുടെ സെഷൻ അവസാനിക്കും. അത് പറഞ്ഞ ശേഷം അത് പോരും. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോടുള്ള സംഭാഷണമാണ്. നമ്മൾ പോലും അറിയുന്നില്ല. 24 മണിക്കൂറും നിങ്ങൾ നിങ്ങളോട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതെന്താ നിങ്ങൾ കേൾക്കാത്തത്? അതിനെവിടെ സമയം? അത് കേൾക്കണമെങ്കിൽ അല്പസമയം അടങ്ങിയിരിക്കണ്ടേ? തിരക്കല്ലേ? ഇപ്പം തന്നെ 1 മണിക്കൂർ ഇരിക്കുമ്പോ എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളോട് എന്താ പറയാ? അപ്പൊ നിങ്ങൾ സ്വയം വാക്കുകൾ ഉണ്ടാക്കുക. അത് വാക്കന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന വേർഡ്സ് ഒന്നുമല്ല, ലാംഗ്വേജ് ഭാഷകളല്ല. അതിന് പ്രത്യേകത ന്യൂറോ ലാംഗ്വേജ് ഉണ്ട്. അത് അധികവും പിക്ചറുകളാണ്. സെൽഫ് ടോക്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പിക്ചറൈസേഷൻ ആണ്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പറയുന്നതാണെന്ന് പറഞ്ഞാൽ വെറും വോക്കാൽ പറയുന്നൊന്നുമല്ല, പിക്ചറൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇപ്പൊ നേരത്തെ ബെൻസിലേക്കാണ് വരാം. ഞാൻ ബെൻസ് പറഞ്ഞ എളുപ്പം പറയാൻ പറ്റും കേട്ടോ. ബെൻസ് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഈ ബെൻസിൽ നിങ്ങൾ കയറുന്നതായിട്ടുള്ള സംഭാഷണം സ്വയം നടത്തുക, പിക്ചറൈസേഷൻ. അതിൽ നിങ്ങൾ പോകുന്നു, ഫാമിലിന് പോകുന്നു, അത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു, തുടങ്ങിയ ചില കോണ്ടിന്യൂസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയുന്നത് സെൽഫ് ടോക്ക്. ഞാൻ വളരെ സ്പെസിഫിക് പറഞ്ഞത് സെൽഫ് ടോക്ക് പറഞ്ഞാൽ സ്വയം സംഭാഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നതല്ല. അതും അതെ. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഓൾവേസ് വാട്ട് തോട്ട് ഈസ്, എന്ത് ചിന്തകളാണ് കടന്നു പോകുന്നത്, അത് നിങ്ങളുടെ സെൽഫ് ടോക്കാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ചിന്തകളിൽ പോകുന്നതല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. ലക്ഷ്യങ്ങളെ കുറിച്ചെന്ന് മാത്രമല്ല, വേവലാതികളെ കുറിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കോ. വേവലാതികളെ കുറിച്ചിട്ടല്ലേ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്? എന്നാൽ അത് മാറ്റുക. പകരം ഈ അത്ഭുതമായ സയൻസ് ഉപയോഗിക്കാം. ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല കേട്ടോ. എന്റെ ഒരുപാട് വായനയിലും റിസർച്ചിലും ചില ബുക്സിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് ചെയ്യുന്ന ഒരു പ്രഭാഷണ പരമ്പര മാത്രം. ഇത് എന്റേതായിട്ട് എന്റെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ.
അപ്പൊ സെൽഫ് ടോക്ക് എങ്ങനെ മാറ്റാം, സെൽഫ് ഇമേജ് മാറ്റുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഇപ്രാവശ്യം റാസ് എങ്ങനെ മാറ്റാം, അതിന് സെൽഫ് ടോക്ക് മാറ്റാം. ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യും. അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച്, അത് സമൂഹത്തിന് ഗുണമുള്ള യൂണിവേഴ്സ് കൂടെ സെലക്ട് ചെയ്യുന്നതായാൽ കുറച്ചും കൂടെ ഫാസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും സമൂഹത്തിന് കൊടുക്കുന്ന കാര്യം കൂടെ അത് ലിങ്ക് ചെയ്താൽ മതി. ഞാൻ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യും, ഞാൻ ഒരു കുട്ടിക്ക് പഠിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ ഞാൻ അത് ഇതിൻ്റെ ഒരു കണക്ട് ആവുമ്പോൾ യൂണിവേഴ്സ് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ്. 99% ആൾക്കാർ ഈ സയൻസ് ഉപയോഗിക്കാറില്ല. എനിക്ക് കാറ് വേണം, യൂണിവേഴ്സ് ചോദിക്കൊന്നുമില്ല. നിനക്ക് സമൂഹത്തിന് വല്ലതും ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചവരത് പലരും എന്നോട് പറഞ്ഞത്, ഞാൻ ഒരുപാട് സമൂഹത്തിനെ സഹായിച്ചിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരു ഗുണം ഉണ്ടായില്ല, എനിക്ക് എല്ലാം ദോഷമുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനത്തെവരോട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അതിന് വേറെ വശമുണ്ട്, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ വന്നിട്ട് മാത്രമേ ഈ പ്രപഞ്ചം കിട്ടൂ. റെസ്പോണ്ട് ചെയ്യും. For every action there is an equal and opposite reaction. അത് യൂണിവേഴ്സൽ ലോ ആണ്, നോട്ട് ഓൺലി സയൻസ്. അപ്പൊ നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അതെല്ലാം ഈ പറയുന്ന രണ്ടാമത്തെ റാസിലാണ്. ഇപ്പൊ ഒരുപാട് ഓർഫനേജസ്, അനാഥ മന്ദിരങ്ങൾ ഈ ലോകത്തുണ്ട്. അവിടെ ഒക്കെ ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. മിക്കവാറും എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഉറപ്പ് പറയാം. എന്തുകൊണ്ട്? അവരുടെ ചിന്തകൾ ഭക്ഷണം മാത്രം ചിന്തിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അവരുടെക്ക് പോയി ഭക്ഷണം കൊടുക്കും. ഏതായാലും അഭിലാഷ് രാവിലെ എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. അതൊരു ചിലരുടെ എക്സ്പീരിയൻസ് പറയുന്നതുകൊണ്ട് അവർക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. അഭിലാഷ് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുന്നതിനിടയിൽ അതേപ്പോഴും ഇന്ന് എന്നോട് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് ലിങ്ക് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എപ്പോഴും അഭിലാഷ് പോകുന്ന സമയത്ത് ഒരു ബോട്ടിലിൽ കുറച്ച് പെട്രോൾ ഇടും. കാരണം എന്താ, വഴിക്ക് ആരെങ്കിലും പെട്രോൾ ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ ഇതേ അത് നിലവിലാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ കുറെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഒരു ദിവസം കഷ്ടകാലത്തിന് അഭിലാഷിന് അതെടുക്കാൻ മറന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോ അഭിലാഷിന്റെ വണ്ടി ഓഫായി, മഴ ആരുമില്ല. അപ്പൊ അഭിലാഷ് വെറുതെ ചിന്തിച്ചു, ഞാൻ ഒരുപാട് ആകെ കൊടുത്തിട്ടും എനിക്കത് തിരിച്ചു കിട്ടുന്നില്ലല്ലോ ഈ ഘട്ടത്തിൽ. പിന്നീട് സംഭവിച്ചത്, ഏതോ ഒരു കാറിൽ പോകുന്ന ഒരാൾ അവിടെ നിർത്തുന്നു. മഴയായിരുന്നു, എന്നിട്ട് നനഞ്ഞ അഭിലാഷിനെ കയറ്റി വീട്ടിൽ കൊണ്ടാക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ദിസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ യൂണിവേഴ്സ്. ആരൊരു കോംപ്രമൈസും നടക്കൂല. നമ്മുടെ കുടുംബാംഗങ്ങളോട് ഞാൻ പറഞ്ഞിട്ടു. അതായത് നിങ്ങൾ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യൂ. വെൻ യു ഗിവ് ടു റിട്ടേൺ. കറക്റ്റ്. അപ്പൊ നമ്മുടെ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന സെഷൻ തുടരുന്നതിനിടയിലാണ് ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. ആദ്യം അതിന്റെ ചിത്രം ഉണ്ടാക്കിയിട്ട് രാത്രിയിലും രാവിലെ കഴിയുമെങ്കിൽ അത് സമൂഹ നിയമനത്തിനുള്ളതാക്കി മാറ്റുക, ലിങ്ക് ചെയ്താൽ മതി. എന്നിട്ട് അതെന്നെ കിട്ടിയതായി വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ലേശ സംശയം വേണ്ട. അപ്പൊ നിങ്ങളെ സെൽഫ് ടോക്ക് മാറും. നിങ്ങളൊരു കേരളത്തിലെ വിദ്യാർത്ഥികൾ എടുത്തു നോക്കിയാൽ 90% വിദ്യാർത്ഥികളെ അച്ഛനമ്മമാർക്ക് ഇത് അറിയാത്തതുകൊണ്ട് നീ നന്നാവില്ല, നീ മണ്ടനാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നെല്ലാം പറയുമ്പോ ഇവന്റെ സെൽഫ് ടോക്ക് മാറിക്കൊണ്ടിരിക്കും. പാവത്തിന് കുഞ്ഞോടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഒരു ക്ലാസ്സിൽ വന്ന കുട്ടി മറ്റൊരു സ്കൂളിൽ നിന്ന് വന്നതാണ്. അവളെല്ലാരും മോശം എന്നൊക്കെ അങ്ങനെ മേ ബി പഠിക്കൊന്നുമില്ല എന്നൊക്കെ പറയുന്ന കുട്ടിയോട് ഞാൻ ഓൾറെഡി ചോദിച്ചു, മോളെ സ്വപ്നം എന്താ? എനിക്ക് IPS ആണ്. ഞാൻ പിന്നെ അവളെ എപ്പോഴും IPS-നെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ക്ലാസ്സിലെ പെർഫോമൻസ് മാറി, അവൾ നന്നായി വായിക്കാനും പഠിക്കാനും തുടങ്ങി. അത് അവരെ സെൽഫ് ടോക്ക് മാറി, അവളെ ഗോൾ സെറ്റിംഗ് മാറി. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾക്ക് അവസാനിപ്പിക്കുമ്പോൾ 1 മിനിറ്റേ ഉള്ളൂ. ഇതൊന്ന് ഓർമ്മിക്കുക. വളരെ ശക്തമായി നിങ്ങളുടെ റാസ് അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം ആക്ടിവേറ്റ്.
ഒരുപക്ഷെ നിങ്ങൾ പ്രതിസന്ധിയിലുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രതിസന്ധിയെ കുറിച്ചല്ല പറയേണ്ടത്, പ്രതീക്ഷകളെ കുറിച്ചാണ്. അപ്പൊ മൊത്ത സെഷനും പ്രതിസന്ധിയിൽ നിന്ന് പ്രതീക്ഷകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് ആത്മസംതൃപ്തിയിലേക്ക്. ഇത്തരം ശനിയാഴ്ചകൾ വീണ്ടും വരട്ടെ. ശനിയാഴ്ച വരും, നിങ്ങൾ എത്ര പേർ വരും അതാണ് ചോദ്യം. വരുമ്പോൾ ഒരാളെങ്കിലും കൂട്ടിക്കൊണ്ടുവരിക. എവരെ ജീവിതത്തിൽ പ്രതിസന്ധി വന്ന് ജീവിതം നിരാശയായിരിക്കുന്ന, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടുപോകാം. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം വിജയത്തിന്റെ വഴി നമ്മുടെ മുന്നിലുണ്ട്. സമയം നോക്കേണ്ട സാർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഒരു ലെങ്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഏറ്റവും സന്തോഷം. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. 1 മണിക്കൂറാണ്. ഇന്നെങ്കിലും ഉറങ്ങുമ്പോ ദുഃഖഭാരങ്ങളും തേടിപ്പോകരുത്. സമൂഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുക. ഇത്തിരി നേരെ വിരിപ്പത് നറുചിരിയാൽ തന്നെ നടക്കാം. ഓവർ ടു ദ MC. താങ്ക് യു സർ. ഇല്ല, ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മളെ ചിന്തകളിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി സെൽഫ് ടോക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. താങ്ക് യു സർ. എല്ലാവർക്കും വേണ്ടി ഞാൻ സാറിന്റെ അടുത്ത് താങ്ക്സ് പറയാണ്. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, അടുത്ത ശനിയാഴ്ചത്തേക്ക് നിങ്ങളെ ഫാമിലിന്നോ നിങ്ങളെ ഫ്രണ്ട്സിനെ കൂടി ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഈ ഒരു അറിവ് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മളുടെ ഒരു കർത്തവ്യം, കടമയായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം സർ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ അവിടെ കോട്ടയ്ക്കലാണ്. സാറിന്റെ ക്ലാസ് എല്ലാ ഭാഷ കേൾക്കലുണ്ട്. ഈ ഒരു നിമിഷത്തില് സംശയങ്ങളെല്ലാം വളരെ ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി. ഇനി നമുക്കൊരു നല്ലൊരു എന്താ പറയാ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ പറ്റിയ ഒരു വീണ്ടെടുക്കൽ എന്നുള്ള തോന്നൽ വന്നു രമേശൻ സാറിന്റെ ക്ലാസ്. ഒരുപാട് താങ്ക്സ് അറിയിക്കാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല അറിവുകൾ ഞങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്, എത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. യൂണിവേഴ്സിറ്റിനോട് നന്ദി പറയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. പ്രോഗ്രാമുകള് ഒത്തിരി ട്രെയിനിങ്ങുകളൊക്കെ പല ട്രെയിനിങ്ങുകളും കയറിയിട്ടുണ്ട്, പല പ്രോഗ്രാമുകൾ നടത്തുന്നു. ഇത് നമ്മൾ ഉളിക്കലില് ഒരു പ്രോഗ്രാം നടത്തി. ഉദ്ഘാടനം നടത്തിയ ഡോക്ടർ പറഞ്ഞത് ഞായറാഴ്ച പ്രോഗ്രാമുകൾ വെക്കുമ്പോൾ എന്നെ അറിയിക്കണം, എനിക്കും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഒരു മിറാക്കിളായിട്ടുള്ള ഒരു റിസൾട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം ഇന്ന് പ്രോഗ്രാമിൽ ഇരുന്നയാള് അടുത്ത ഇതേ പ്രോഗ്രാം തന്നെ ഉടുക്കലിൽ ഒന്നുകൂടെ സെറ്റ് ചെയ്യണം, നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെയും കൂടെ അവിടെ എത്തിക്കണം എന്ന് പറയുന്ന ഒരു അനുഭവം കൂടി എനിക്കിന്നുണ്ടായി. ഞാൻ ഒത്തിരി BOPകളും ഒത്തിരി NDOPകളും പല ട്രെയിനിങ്ങിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നുകൂടെ അവിടെ വെക്കണം. പേരാവൂർ വെച്ചത് ഉളുക്കലിൽ വെക്കണം, പേരാവൂർ വെച്ചത് ഉളുക്കലിലേക്ക് വരുന്നു, കൂത്തുറമ്പിലേക്ക് വരുന്നു, നാളെ കൈവേലിലേക്ക് വരുന്നു. അങ്ങനെ ഇതിൽ പങ്കെടുക്കും തോറും വളരെ സന്തോഷത്തോടെ ആണ് പങ്കെടുക്കുന്നവർ ഇറങ്ങിപ്പോകുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സർ. ഇതുവരെ പറഞ്ഞതിൽ വളരെ സന്തോഷം. എനിക്ക് ചെറിയൊരു സംശയം, നമ്മുടെ കമ്പ്യൂട്ടറിലും ഇതില് ഫോണിലും ഒക്കെ റാമും റാസായിട്ട് വല്ല പ്രശ്നമുണ്ട് സർ? അതിന്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ അല്ലേ. റാസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. നമ്മളെ ബ്രെയിനിന്റെ റെറ്റിക്കുലർ ഒരു ആക്ടിവേഷൻ പ്രോഗ്രാം ആണ്, ഒരു സിസ്റ്റം. അത് അങ്ങനെ വർക്ക് ചെയ്യും. അത് ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ പ്രസന്റേഷൻസ് ഒക്കെ സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാകും അല്ലേ, അന്നേരം ഞാൻ പറയാം. അതൊരു റാമുമായിട്ട് ബന്ധമില്ല. റാമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളത് ചെറിയൊരു സംശയം തോന്നി. അല്ല, ഈ ഇന്നത്തെ ക്ലാസ് ഏത് ബുക്കിനെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോ സൈക്കോ സൈബർനെറ്റിക്സ് നോക്കുന്നുണ്ട്, പല പുസ്തകങ്ങളും നോക്കുന്നുണ്ട്.
പിന്നെ അത് പല പുസ്തകങ്ങളിൽ നിന്നുള്ള എഡിറ്റേഷൻ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മാത്രം, ഇപ്പൊ റാസൊന്നും അതിലില്ല. ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ അറിവും വായനയും എന്റെ കുറെ എക്സ്പീരിയൻസും ഒക്കെ ചേർന്നുകൊണ്ടായതുകൊണ്ട് ഒരു പുസ്തകം മാത്രമല്ല. നിങ്ങൾക്ക് സൈക്കോ സൈബർനെറ്റിക്സിൽ കിട്ടും, അല്ലെങ്കിൽ മാജിക് ഓഫ് തിങ്കിങ്ങിൽ കിട്ടും, തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ കിട്ടും. ക്ലാസ് ബിൽഡപ്പ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ? അതെ അതെ. അത് നിങ്ങളുടെ പിക്ചർ ഒന്ന് മാറ്റിയാൽ മതി, മെന്റൽ പിക്ചർ. അതെ, സെൽഫ് മാനേജ്മെന്റ് മാറിയിട്ട് ഇതെല്ലാം ഒന്നിച്ചാ ഇതൊന്ന് പോർഷൻ ആയിട്ടല്ല. സെൽഫ് ടോക്ക് മാറും അന്നേരം ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ പ്രോസസ് അല്ല നടക്കുന്നത് ബ്രെയിൻ. അതാണ് എന്റെ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. നെക്സ്റ്റ്. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഞാൻ സുസുമയാണ്, കോട്ടയത്ത് നിന്ന്. സാറിന്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സംശയങ്ങളായിട്ടൊന്നും വരാറായിട്ടില്ല. എന്തെങ്കിലും മനസ്സിലായാലല്ലേ നമുക്ക് സംശയം വരത്തുള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ. റാസിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സക്സസ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞാണ്. നമ്മളുടെ എല്ലാം സക്സസ് മെക്കാനിസം ഒരുപോലെയാണ്. അത് നമ്മൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് തോൽവി വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ബ്രെയിനും ഭാവനയും റിയാലിറ്റിയും തമ്മിൽ തിരിച്ചറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. അങ്ങനെ സാറ് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ സാറാ വയനാട്ടിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ട് നമുക്കൊരു സഹോദരനെ കിട്ടി. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇന്ന് പറഞ്ഞതുപോലെ ഇനി മുതൽ നമ്മള് തീരുമാനിച്ചിരിക്കുക എല്ലാവരെയും സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കുറെ സഹോദരങ്ങളെ കിട്ടി ഇതിനകത്ത്. ഒരു കൂട്ടായ്മ കിട്ടി. എല്ലാരും കൂടെ ഒന്നിച്ച് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ സന്തോഷം, എല്ലാ ആൾക്കാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആരാണ് വിളമ്പുന്നത് ഒന്നുമില്ല, കുടുംബാംഗങ്ങൾ തമ്മിലായി. നമ്മുടെ ഈ കുടുംബത്തിന് ഏറ്റവും വലിയ ഗുണമാണ്. നമ്മളെ യാനം എന്ന് പറയുന്നത് ഒറ്റക്കല്ല, സുഹൃത്തെ എന്ന് പറയുന്നത് വലിയൊരു കോട്ടാണ്. നമുക്ക് ഇന്ത്യക്ക് പുറത്തൊക്കെ വരാൻ പോകണം. അപ്പോ അതാണ് ഞാൻ ലക്ഷ്യം. അഭിലാഷ് കൊച്ചിയിലുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ശിവകുമാർ സാറിനും മനോജ് സാർ എല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ഒരേ ഇന്റർ കണക്റ്റഡ് ആവാണ്. അപ്പോ നമ്മളവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ കുടുംബാംഗങ്ങളെ ഒന്നിച്ച് കാണാൻ പറ്റുന്നത് നമ്മളൊരു കണക്റ്റഡ് ടോക്കായിട്ട് ഇങ്ങനെ പോകുന്നു മാത്രമേ. മിക്കവാറും സ്ഥലത്തിന് ഡോക്ടർ സുമേഷ് എന്റെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ശ്രീരാഗൊക്കെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ വരണം എന്നൊക്കെ. ഇത്തരം ആൾക്കാരും കൂടെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ശക്തി കൂടും. ഒന്നൊന്നല്ല, എല്ലാ ജില്ലകളിലും നമ്മൾ വരാൻ പോകണം. 14 ജില്ലകളിലും വരും. അപ്പൊ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാൻ പറ്റും. ഇതെന്താന്ന് പറയുക, ഇത് നമ്മുടെ ആൾക്കൂട്ടത്തിന്റെ റാസ് വർക്ക് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ലോകമൊക്കെ സ്വർഗം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വെരി ഈസി. നരകം ഉണ്ടാക്കാൻ ഭയങ്കര ടഫാണ്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. സ്വർഗം ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളിപ്പോ സ്വർഗത്തിലായി. അതാണ് വിഷ്വലൈസേഷൻ. സ്വർഗത്തിലായി എന്ന് പറയുമ്പോൾ സ്വർഗം വരും. നമ്മളായ ഒരു മെന്ററിംഗിലാ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് എന്തൊരു സന്തോഷമാണ് ജീവിതത്തിൽ. ഭയങ്കര സന്തോഷം. തീർച്ചയായും ഇതന്നെയാണ് ഞാൻ സുമേഷ് വരുമ്പോൾ പറഞ്ഞത്. ഓക്കെ, എന്റെ പേര് സ്കറിയ തോമസ്, കാലടിയിലാണ്. ഓക്കെ സാർ, പറഞ്ഞു. ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഓ, സന്തോഷം സാർ. പിന്നെ ഞാനിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ ഇങ്ങനെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുഴപ്പമില്ല. സാറേ എന്താ ചെയ്യുന്നത്? ഞാന് ഒരു പാസ്റ്ററാണ്. ഓക്കെ. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്ദേശിച്ചത് ലോ ഓഫ് അട്രാക്ഷൻ ആണോ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും റാം എന്ന് പറയുന്നത് ഇതൊക്കെ ഭാവന കണ്ടിട്ട് ഇപ്പൊ തന്നെ ഞാനൊരു വാഗനർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബൈക്കിനാണ് യാത്ര ചെയ്യാറ്. അപ്പൊ എന്റെ ഭാര്യ പറയും രാത്രിയും ഇങ്ങനെ പോകുമ്പോ മഴത്തൊക്കെ പോകുമ്പോ മഴയൊക്കെ നനഞ്ഞു പോകുമ്പോ നമുക്കൊരു കാർ കിട്ടിയെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ഞാൻ പറയും നമ്മളിപ്പോ ഓൾറെഡി കാറിലാണ് പോകുന്നത്. ഞാൻ റൈറ്റ് വണ്ടി ഓടിക്കുന്നു, നീ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു, നമ്മുടെ രണ്ട് മക്കൾ പുറകിലിരിക്കുന്നു, ഞാൻ വണ്ടിയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. കളറ് ഇമാജിൻ ചെയ്തില്ലായിരുന്നു. സത്യത്തില് ഒരു കാർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. എന്നിട്ട് റോഡിലൊക്കെ അതെ
ആ വാഗനറാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെന്ന് പൈസ ഇല്ലാതിരിക്കുമ്പോ അവിടെ ചെന്ന് കൊട്ടേഷൻ വാങ്ങി. അപ്പൊ അദ്ദേഹം ഇയോന്റെ ഒരു ഷോറൂമിലെ പോയേ കൊട്ടേഷൻ വാങ്ങി കഴിഞ്ഞപ്പോ അദ്ദേഹം ഞാൻ പറഞ്ഞു പിന്നെ വരാന്ന് പറഞ്ഞു. പലപ്പോഴും വിളിക്കാൻ തുടങ്ങി. അപ്പൊ അവസാനം എനിക്കൊരു നാണക്കേട് പോലെ തോന്നിയപ്പോ ഞാൻ പറഞ്ഞു ഇനി വിളിക്കണ്ട, പൈസ കിട്ടുമ്പോ ഞാൻ വന്ന് എടുത്തോളാന്ന് പറഞ്ഞു. അവസാനം അത്ഭുതമായിട്ട് ഒരു വാഗനർ ഞങ്ങൾക്ക് യോഗ്യമായ നിലയിൽ പാസ്റ്റർമാർക്ക് പ്രത്യേകിച്ച് കുടുംബമായിട്ട് പോകാനുള്ള ഒരു വാഗനർ വാങ്ങി. ഞാൻ വിശദീകരിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ അതുപോലെ തന്നെ എൻ്റെ വീടിന്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. ഞാൻ സെറ്റ് ഔട്ട് ചെയ്ത്, എനിക്ക് പണിയൊക്കെ അറിയാവുന്നത് സെറ്റ് ഔട്ട് ചെയ്ത്, അപ്പൊ ആൾക്കാർ ചോദിക്കും പണി എവിടെയായിരുന്നു, എവിടം വരെ ആയിരുന്നു പറയും. പണിയൊക്കെ കഴിഞ്ഞു, എന്റെ പൂർത്തീകരിച്ച് ഞാൻ അതിൽ താമസിക്കണേന്ന് പറയും. അപ്പൊ അത് ടൈൽസ് ഇട്ടതും അതിന്റെ ജനൽ വർക്കൊക്കെ കഴിഞ്ഞതും ഞാനത് ശരിക്കും അക്ഷരീയമായിട്ട് കിടന്ന് ഉറങ്ങുന്നതൊക്കെ കാണുമായിരുന്നു. അതൊരു നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പൊ അത് ഭാവനയല്ല, റിയാലിറ്റിയാണ്. അങ്ങനെ ചിലര് വന്ന് നോക്കുമ്പോ വീടൊന്നും പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ പറയും നിങ്ങളെവിടെ വീട് പണി കഴിഞ്ഞത്? അത് ഇപ്പൊ ഒരു സ്ത്രീ ഗർഭം ധരിച്ച കുഞ്ഞിനെ അവർക്കല്ലേ അറിയുള്ളൂ, പ്രസവിച്ച് കഴിയുമ്പോഴല്ലേ മറ്റുള്ളവർ കാണണേ എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ഒരു ഇതുപോലെ കണ്ടു. വീടിന്റെ അടുത്ത് വർഷങ്ങളായിട്ട് ഒരു പഴയ ഒരു വീടാണ്, ഓടിട്ട വീടാ. അപ്പൊ മോളി എന്ന് പറയും, ഷാജിയുടെ ഭാര്യ മോളി. അപ്പൊ മോളിയോട് അതിന്റെ അയൽവക്കാണ്. അപ്പൊ മോളിയോട് പറയും ഇവിടെ ഒരു നല്ല വലിയ വീട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാന്. അപ്പൊ പറഞ്ഞു എന്റെ കറിയാച്ചേട്ടാ, എന്റെ ഭർത്താവിന്റെ ഹൃദയം കരിങ്കല്ല, ഒരിക്കലും ഇത് പൊളിച്ചു വീട് പണിയില്ല എന്ന് പറയും. അപ്പൊ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ പൊളിച്ചിട്ടേക്കാണല്ലോ, വാനം ഒക്കെ ഇട്ട് കരിങ്കല്ല് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും എന്നോട് പറഞ്ഞു എന്റെ കറിയാച്ചേട്ടാ, എന്റെ ഭർത്താവ് കരിങ്കല്ലാണ് എന്റെ ഹൃദയം, ഒരിക്കലും ഇവിടെ പണിയില്ലെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് നോക്കിയപ്പോ വീടൊക്കെ പൊളിഞ്ഞെടുക്കണു, വാനം മാടി, തറക്കല്ല് കെട്ടി, ഇപ്പൊ ഒരു വലിയ വീട് പണിത് അതിലവര് താമസിക്കുന്നു. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മള് ഞാൻ പാസ്റ്റർ നിലയ്ക്കും അത് ഞാൻ വാസ്തവമായിട്ട് തന്നെ കണ്ടതാണ്, അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അച്ഛനോട് ഫാസ്റ്ററിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാനീ പറഞ്ഞത് വർക്ക് ചെയ്യുന്നത് നിങ്ങളെങ്കിലും സമ്മതിച്ചപ്പോ ഇവർക്ക് ബോധ്യായി ഓക്കെ ദിസ് ഈസ് ദ സയൻസ്. ആക്ച്വലി കറക്റ്റ് റാസ് ആക്ടിവേഷൻ ഫാസ്റ്റ് ആവും. ഇനി ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. ഞാന് എന്റെ ഭാര്യയും മക്കളും കൂടെ കുറുക്കം ഉള്ള സ്ഥലത്താണ് താമസിക്കുക. അപ്പൊ ഞാൻ ഇത്തിരി വൈകും വരുമ്പോ. അപ്പം സന്ധ്യയാകുമ്പോ മുതൽ വാതിലടച്ച് ഇവര് അകത്ത് കയറിയിരിക്കും. ഒരിക്കലും ഞാനിങ്ങനെ പെട്ടെന്ന് നല്ല ആവേശത്തോടെ കയറി വരുമ്പോ ഞാൻ കയറി ചെന്ന് നിൽക്കുന്നത് എന്റെ ബെഡ്റൂമിലാണ്. എന്റെ ഭാര്യ എന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു, എങ്ങനെ വന്നു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അതായത് അടച്ചിരിക്കുന്ന വാതില് പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുമ്പോൾ തന്നെ അത് തുറക്കാതെ എന്റെ കണ്ണിലെല്ലാം തുറന്നു കിടക്കുന്നതായിട്ട് ഞാൻ കാണുന്നേ. നേരെ ബെഡ്റൂമിൽ ചെന്ന നിന്നത്. എന്റെ മകളെ അതിന് സാക്ഷിയാണ്. അവളിപ്പോ UK-യിലാണ്. അവൾക്കൊരു 5 വയസ്സുള്ളപ്പോ നടന്ന സംഭവമാണ്. ഏതായാലും കൊച്ചിയിലെ ആണല്ലേ, എങ്ങനെ ലിങ്ക് എങ്ങനെയാണ് ആരയച്ചതെന്ന് എങ്ങനെ വീണ്ടും കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൊച്ചിയില് 21-ാം തീയതി ഒരു സെഷൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാറിന് മെസ്സേജ് കിട്ടുമായിരിക്കും. അവിടെ ആണെങ്കിൽ ഒന്ന് പേഴ്സണലായി കാണണം. 2-ാം തീയതി കൊട്ടാരക്കര ഉണ്ട്, സെയിം സെഷൻ ആണ്. അപ്പൊ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അച്ഛനെ കാണാൻ താല്പര്യമുണ്ട്. ഓക്കെ, 21 ലിങ്ക് ഉണ്ടെങ്കിൽ വരാൻ നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അറിയായിരിക്കും, മനോജ് സാർ അറിയും. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വളരെ നേരത്തെ നിർത്തിപ്പോയെങ്കിൽ എന്ത് മണ്ടത്തരായിക്കോട്ടെ, ദാറ്റ്സ് എ സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ്. കുറെ നേരം ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു, പക്ഷെ പറ്റുന്നില്ലേ. ഞാന് ലാപ്ടോപ്പിലാണ്, ചിലപ്പോ ലാപ്ടോപ്പ് ആയതുകൊണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ അച്ഛൻ ഇത് വിഷ്വലൈസ് ചെയ്തല്ലേ, ഈ കാര്യം പറയണമെന്ന് വളരെ വലിയ ആഗ്രഹം ഉണ്ടായി, അത് പറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടോ? അതെ അതെ, ഞാൻ ഇത്രയും പറയണമെന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് ചെറിയ രീതിയിലേ ഉണ്ടായുള്ളൂ. പക്ഷെ അത് പറഞ്ഞു ഇത്രത്തോളം ആയിപ്പോയി. അല്ല, ഇതാണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. തിയറിയല്ലല്ലോ നമ്മൾ ആവശ്യം. ഇനിയെങ്കിലും കുറച്ച് ആൾക്കാർ ഉറങ്ങുന്നതിന് മുമ്പേ 115 ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ട്. ഞാനടക്കം ഒന്ന് നഷ്ടക്കാരെ ചിന്തിക്കും. അയൽവാസിയുടെ വീട് നന്നാവണമെന്ന് ചിന്തിക്കണേ, അല്ലാതെ നന്നേ ആവണമെന്ന് ചിന്തിച്ചേക്കരുത്. യു തിങ്ക് പോസിറ്റീവ്, ദാറ്റ്സ് ഓൾ ഹാപ്പനിങ്. കാരണം ഇതിന് ന്യൂറോ സയൻസ് അടുത്ത ക്ലാസ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇത് വളരെ ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഞാൻ കേട്ടിട്ട് പോലും ഇതുവരെ. ഞങ്ങൾ പിന്നെ ഈ ബൈബിളിൽ ചില വാക്യങ്ങൾ വെച്ചിട്ട് ആ നിലയിൽ വ്യാഖ്യാനിച്ച് ഈ ന്യൂറോ സയൻസിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. അത് വലിയൊരു ടോപ്പിക്കാണ്.
അത് കുറെ പഠിക്കണമെന്നുണ്ട്. അതിനെ പറ്റി എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടോ? ഇഷ്ടംപോലെ പുസ്തകമുണ്ട് ഫാദർ. ഓരോ പുസ്തകങ്ങൾ ഇപ്പൊ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ഞാനൊരു കാര്യം ഐ വിൽ സെൻഡ് മൈ നമ്പർ ടു യു. ഞാൻ ഈ ചാറ്റ് ബോക്സിൽ നമ്പർ ഇടാം പ്ലീസ്. ആർക്കൊന്നും പറയാനുണ്ടോ ഇനി? ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ ഓൺ ചെയ്ത്. ഓക്കെ ഓക്കെ. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് നമുക്കൊരു വലിയ സെഷനേക്കാൾ ഇൻസൈറ്റ് ഉണ്ടായിരുന്നു. കാരണം ഇത് അങ്ങനെ അത് ചിലപ്പോൾ യൂണിവേഴ്സ് ആയിരിക്കും ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ, അതും യൂണിവേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊരു സയൻസ് ആണെന്നും ഇതൊരു പ്യുവർ സയൻസ് ആണ്. ഇറ്റ് ഹാസ് നോ റിലീജിയൻ ഓർ എനിത്തിങ്. ഇറ്റ്സ് എ പ്യുവർ സയൻസ്. എനിബഡി ക്യാൻ ഡു ഇറ്റ്. ഇത് 100% അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മൃഗങ്ങളും പക്ഷികളാണ്. അവരുടെ ബ്രെയിൻ അങ്ങനെ മാത്രമേ വർക്ക് ചെയ്യൂ. അവര് ഫുഡ് ആഗ്രഹിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ദേ വിൽ ഗെറ്റ് ഫുഡ്. അങ്ങനെയുള്ള ഒരുപാട് റിസർച്ചേഴ്സ് ഉണ്ട്. മനുഷ്യർക്ക് അത്ര പോരാ, ഒരു സ്ട്രഗിൾ ഉണ്ട്. കാരണം നമുക്ക് എഡ്യൂക്കേഷനിലാണ് ഈ പ്രശ്നം. എഡ്യൂക്കേഷനിലാണ് ഇത് ഡൗട്ട് ഉണ്ടാവും. അമ്പലി പറയാം ഇവരൊക്കെ പറയാണോ അല്ലേ? എനിബഡി ചെയ്യട്ടെ? ഒരു എക്സ്പീരിയൻസോടെ ഷെയർ ചെയ്യണം. ഞാൻ എൻ്റെ ഈ കണ്ണൂർ ജില്ലയില് ഒരു മാതമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പേര് സന്തോഷ് എന്നാണ്. സന്തോഷ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്. എൻ്റെ അക്ഷയയില് ഒരു പണിയൊക്കെ എടുത്തൊരു വലിയ ചെറിയ സമ്പത്തോടെ ചെയ്തു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പൊ കക്ഷി വലിയ ഡ്രീമർ ആയിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ കക്ഷി വന്നിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ. പക്ഷെ അന്ന് ഞാൻ പേഴ്സണലായി സംസാരിക്കുമ്പോൾ സന്തോഷ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, സാർ എൻ്റെ ആഗ്രഹം വലുതാണ്, എനിക്കൊരു 1-2 കോടിയൊക്കെ ആസ്തിയുള്ള ഒരാളായി മാറും. ഒരു സാധാരണ നാട്ടിൻപുറത്തായിരുന്നു കേട്ടോ, നിങ്ങൾ അത്ഭുതം വിചാരിക്കുന്നത്. കഴിഞ്ഞ വർഷം സന്തോഷിന്റെ ടേൺ ഓവർ 1500 കോടിയാണ്. ഇറ്റ്സ് റിയലിസ്റ്റിക്. ഇദ്ദേഹത്തിന്റെ ഓഫീസ് കൊച്ചിയിലാണ്. 5-8 MBAs ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ സന്തോഷം വിളിച്ചപ്പോൾ സാർ ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷെ എന്റെ MBA അസിസ്റ്റൻസ് സമ്മതിക്കുക അറിയില്ല. കാരണം ഇപ്പൊ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെയാണ് കക്ഷി. എന്താണ് വഴി? വളരെ ലീഗൽ ആയിട്ടുള്ള ഒരു എത്തിക്കൽ ആയിട്ടുള്ള കമ്പനിയാണ് അദ്ദേഹത്തിന്റെ. പക്ഷെ ഞാൻ രണ്ടും കണ്ടതാണോ. ഞാൻ ആദ്യത്തെ ഘട്ടത്തില് സന്തോഷം എനിക്കറിയാം, ഇപ്പോൾ ഉള്ള സന്തോഷം എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഇറ്റ്സ് പോസിബിൾ. നമ്മള് ഒരു അണ്ടർ എസ്റ്റിമേഷൻ ആവശ്യമില്ല. പക്ഷെ ഫാദർ പറഞ്ഞതിൽ പ്രധാന പോയിന്റ് അതേ വിഷ്വലൈസ് ചെയ്തിട്ട് ഫാദറിനെ കാണാം. നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അതേ വിശ്വസിച്ചു. അതായത് ആ വീട് പൊളിച്ചു, അല്ലെങ്കിൽ എന്റെ വീട് കെട്ടി, അല്ലെങ്കിൽ വീടിനുള്ളിലെത്തി. അതുകൂടെ ഒറ്റ സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റാസ് ആക്ടിവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗുണം തരും. പിന്നെ നിങ്ങൾക്ക് എല്ലാ അട്രാക്ഷനും ഫാസ്റ്റ് ആവും. ശ്രദ്ധിക്കേണ്ട കാര്യം, റാസ് നെഗറ്റീവ് അട്രാക്ഷൻ. ബി വെരി കെയർഫുൾ. അപ്പൊ നമ്മള് ഇതേ പവർഫുൾ ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ നമ്മള് ഭയങ്കര ശക്തമായ മാഗ്നറ്റ് ആണ്. ഇതിന് വലിയ മാഗ്നറ്റ് ആണ്, പക്ഷെ നമ്മളതിന് ശക്തി അറിയുന്നില്ല. അപ്പൊ ശക്തി അറിയുമ്പോൾ ഇത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ കുറെ കഴിയുമ്പോൾ ചിലത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ചിന്തിക്കുമ്പോൾ നടക്കും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ റാസ് അത്രയും പവർഫുൾ ആവും. നേരത്തെ കയറാണെങ്കിൽ ഇത് വലിയൊരു മരവും. That's the thing. Okay, എന്നാലേ. Thank you so much. Okay.